പ്രവാചകൻ നിലവരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കി ഇരിക്കുകയാണ്. ഭൃത്യൻ വന്നിട്ട് പറഞ്ഞു, പ്രഭു ഒന്നുമില്ല എന്ന് പറഞ്ഞു. ലക്ഷണങ്ങൾ ഒന്നുമില്ല. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഒരു ദിവസം പ്രാർത്ഥിച്ചപ്പോ അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ല. കർത്താവ് അനുഗ്രഹിച്ചില്ല. ഉടനെ ഏലിയ എഴുന്നേറ്റില്ല. ഏലിയ പറഞ്ഞു, ഇങ്ങനെ 7 പ്രാവശ്യം നീ പോയി തിരിച്ചു വരിക. ഏലിയ പ്രവാചകൻ ഭൃത്യനോട് പറഞ്ഞപ്പോ ഭൃത്യൻ വീണ്ടും ഇറങ്ങി കടലിൽ ചെന്ന് നോക്കി തിരിച്ചു വന്നു. അപ്പോഴും ഒന്നുമില്ല. അങ്ങനെ 7ാം തവണ പോയി തിരിച്ചു വരുമ്പോഴും ഏലിയ പ്രവാചകൻ ചലിച്ചിട്ടില്ല, മാറിയിട്ടില്ല. ഒരു വിധത്തിലും ചലിക്കാതെ അതേപടി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കി ത്യാഗം ചെയ്ത്, ഒരു പക്ഷെ ഒരു രാത്രി പിന്നിട്ടുണ്ടാവാം, നിലം വരെ കുനിഞ്ഞ് ത്യാഗം ചെയ്തിരിക്കുകയാണ്. ഒറ്റ ലക്ഷ്യമേയുള്ളൂ, ഈ പ്രാർത്ഥനയിൽ കൃപ വെളിപ്പെടണം, അനുഗ്രഹങ്ങൾ ഒഴുകിയെത്തണം. അതുമാത്രം ചിന്തിച്ച് അവനിരിക്കുമ്പോൾ 7ാം പ്രാവശ്യം അവൻ വന്ന് പറഞ്ഞു, പ്രഭു ഇതാ കടലിൽ നിന്ന് മനുഷ്യ കരത്തോളമുള്ള ഒരു ചെറിയ മേഘം പൊങ്ങി വരുന്നത് ഞാൻ കണ്ടു. മഴ പെയ്തിട്ടില്ല, ഇടിമുഴക്കമില്ല, മേഘങ്ങൾ വലുതായി നിൽപ്പില്ല. പക്ഷേ കടലിന്റെ ആഴത്തിൽ നിന്ന് ഒരു ചെറിയ മേഘം പൊങ്ങി വരുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഏലിയ എഴുന്നേറ്റു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും വരെ ത്യാഗം ചെയ്ത് മുട്ടുകുത്തി ചലിക്കാതെ രാത്രിയെ പകലാക്കി പ്രാർത്ഥിക്കാൻ കൃപ തരണമേ എന്ന് തമ്പുരാനോട് പ്രാർത്ഥിക്കാൻ പോവാം. നിരാശനായ ഏലിയ നിരാശനായിരുന്നോ? ഒരു തവണ വന്നപ്പോ പറഞ്ഞോട്ടെന്ന് ഇല്ല. എത്ര തവണ പോയി? 7 തവണ. ഒരു പക്ഷേ 7 മാസം കാത്തിരിക്കണം, ചിലപ്പോ 7 ആഴ്ച കാത്തിരിക്കണം. നിന്റെ പ്രാർത്ഥനയ്ക്ക് മുടക്കം കൂടാതെ തമ്പുരാന്റെ മുമ്പിൽ കാത്തിരുന്നാൽ, കൃപയോടെ കാത്തിരുന്നാൽ, മനുഷ്യകരത്തോളമുള്ള ചെറിയ മേഘം അവിടെ എന്ത് ചെയ്തെന്നറിയോ? ഞൊടിയിടയിൽ ആകാശം മേഘാവൃതമായി കറുത്തിരുണ്ടു, കാറ്റ് വീശി വലിയ മഴ പെയ്തു. കുഞ്ഞു മേഘം, കുഞ്ഞു ലക്ഷണം കണ്ടുള്ളൂ. അനുഗ്രഹത്തിന്റെ ചെറിയ ലക്ഷണം കണ്ടപ്പോ ഏലിയ വിശ്വസിച്ചു, ഇത് അവന്റെ കരമ. ആ വിശ്വാസം കൊടുങ്കാറ്റ് വീശി അതുവരെ മഴ പെയ്യാത്ത ദേശത്ത് ഞൊടിയിടയിൽ ഇടി മുഴങ്ങി പേമാരി പെയ്തിറങ്ങി ദാഹിച്ചു കിടന്ന വരണ്ടുണങ്ങി കിടന്ന ദേശത്ത് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ മഴ പെയ്തിറങ്ങിയപ്പോൾ ചെറിയ മേഘം വൻമേഘത്തിന്റെ കൊടുങ്കാറ്റായി മാറിയെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ഈശോയുടെ മുമ്പിൽ നിൽക്കുമ്പോ ഈശോട് പറയാൻ പോകുക, കൃപയോടെ കൃപയോടെ പ്രാർത്ഥിക്കാൻ അനുഗ്രഹം തരണമേ എന്ന് ചോദിച്ചു ചോദിച്ചു പ്രാർത്ഥിക്കാൻ പോവുകയാ. എല്ലാ മക്കളും കരങ്ങൾ ചേർത്ത് പിടിച്ചിരിക്കുന്ന കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. കർത്താവേ, ഇത് ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എന്റെ കരം കോർത്ത് പിടിച്ചിരിക്കുന്ന ഈ സഹോദരൻ, ഈ സഹോദരി കൃപയോടെ പ്രാർത്ഥിക്കാൻ, ദൈവ കൃപ സ്വന്തമാക്കാൻ, പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കൃപ സ്വന്തമാക്കാൻ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ചേ മക്കളെ, മനം തുറന്ന് സ്തുതിച്ചേ, ഒരു ഹൃദയത്തോടെ സ്തുതിച്ചേ. ഇടവകയിലെ എല്ലാ മക്കളും ദൈവ കൃപയുള്ള മക്കളായി മാറാൻ, ദൈവ കൃപ നിറഞ്ഞവരായി മാറാൻ, പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ചവരായി മാറാൻ, വചനം വായിക്കാൻ കൃപ ലഭിച്ചവരായി മാറാൻ, പ്രതീക്ഷയോടെ വിശുദ്ധ കുർബാനയിൽ കൃപയോടെ പങ്കെടുക്കാൻ, വലിയ ദൈവ കൃപ നിറയപ്പെടാൻ ശക്തമായി സ്തുതിച്ചു പ്രാർത്ഥിച്ച്
പ്രാർത്ഥിക്കാം. കർത്താവേ, നിരാശയുള്ള മനസ്സുകൾക്ക് പ്രതീക്ഷ നിറയുന്നൊരു കൃപ, അനുഗ്രഹത്തിന്റെ ഒരു കൃപ കർത്താവേ, ജീവിക്കുന്നതും മുന്നോട്ട് പോകുന്നതും വലിയ തീക്കല്ലിന്റെ നടുവിലാണെങ്കിൽ പോലും കർത്താവേ, കൃപയോടെ പ്രാർത്ഥിക്കാൻ, നിന്നോട് ചേർന്ന് നിൽക്കാൻ കൃപ തരണമേ. ഈശോയോട് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിക്കാം. പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിച്ച് കൃപ നിറഞ്ഞ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, ഈശോയുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ നിനക്ക് കൃപ തരട്ടെ എന്ന് ആരോട് പറഞ്ഞു? ഈശോ നിനക്ക് കൃപ തരട്ടെ. ഒന്നുകൂടെ പറഞ്ഞു, ഈശോ നിനക്ക് കൃപ തരട്ടെ. നമുക്കിരിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 10-ാം വചനം. പൗലോസ്ലീഹയുടെ ഒരേറ്റു പറച്ചിലാണ് ഇവിടെ. കേട്ടിട്ടുണ്ടോ വചനം? ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്നിട്ട് പറയുകയാണ്, എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരേക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. വചനം പറയുകയാണ്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. അപ്പോൾ കർത്താവ് ഓൾറെഡി എന്ത് ചൊരിഞ്ഞിട്ടുണ്ട്? കൃപ ചൊരിഞ്ഞിട്ടുണ്ട്. അത് നിഷ്ഫലമായി പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, എങ്ങനെയാണ് പോകാതിരിക്കും തിരിച്ചറിയുന്നത്? എങ്ങനെയാ? എല്ലാവരെക്കാൾ കൂടുതലായി ഞാൻ അധ്വാനിച്ചു. എല്ലാവരെക്കാൾ കൂടുതലായി ഞാൻ അധ്വാനിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനല്ല അധ്വാനിച്ചത്, പിന്നെ ആരധ്വാനിച്ചു? കർത്താവിന്റെ കൃപ എന്റെ മേൽ നിന്ന് അധ്വാനിച്ചു. കർത്താവിന്റെ കൃപ എന്റെ മേൽ നിന്ന് അധ്വാനിച്ചു. ഈ കുടുംബ ജീവിതം കൃപയില്ലാതെ മുന്നോട്ട് പോകുമോ പ്രിയപ്പെട്ടവരെ? പോകുമോ? വഴികളിൽ ഒരു വോയിസ് മെസ്സേജ് എന്നെ കൊണ്ടുവന്ന വിജയോട് ചേർന്ന് ഞാനിങ്ങനെ കേൾക്കുമായിരുന്നു. ഒത്തിരി സങ്കടം തോന്നി. കുടുംബ ജീവിതങ്ങളിൽ ഇന്ന് കൃപ നഷ്ടപ്പെടുകയാണ്. ഒരു ചേച്ചിയാണ് എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ്. ചങ്കുപൊട്ടി കരയും. ഭർത്താവ് വലിയ സീരിയൽ നടനും ക്രിസ്ത്യാനിയും ഒക്കെയാണ്. പക്ഷേ അദ്ദേഹം ജീവിതം വഴി വിട്ടുപോയി. 2 മക്കളും ഭാര്യയുണ്ട്. എപ്പോഴും ഭാര്യയെ കുറ്റപ്പെടുത്തും. വിവാഹം കഴിഞ്ഞിട്ട് 10-15 വർഷമായ ഈ സ്ത്രീ പറയുകയാണ്, ഈ ഭർത്താവ് എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തും. എന്താ കാരണമെന്ന് ഞാൻ എപ്പോഴും ചോദിക്കും. അപ്പോഴൊക്കെ പറയും, എന്റെ അമ്മായിയമ്മയെ ഞാൻ സ്നേഹിക്കാത്തതാണെന്ന കാരണമെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ഞാൻ ഈശോയോട് ചോദിക്കും, എനിക്ക് കൃപ തരണേ എന്ന്. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ ഞാൻ തിരിച്ചറിഞ്ഞ സിസ്റ്ററെ, അദ്ദേഹത്തിന്റെ ഫോൺ എന്റെ കൈ കിട്ടി. ഫോൺ എന്റെ കൈ കിട്ടിയപ്പോൾ ആ ഫോണിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ചില കോളുകളും ചില കാര്യങ്ങളുമൊക്കെ ഞാൻ കണ്ടപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോയി. ഞാനല്ല, അദ്ദേഹത്തിന് എന്നേക്കാൾ കൂടുതൽ 6-7 സ്ത്രീകളുമായി ഓരോ തവണയും ഓരോ പ്രോഗ്രാമിന് പോകുമ്പോൾ ബന്ധമുണ്ടെന്നറിഞ്ഞ് ഞാൻ ചങ്കുപൊട്ടി കരഞ്ഞു. സിസ്റ്ററെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് എൻ്റെ മക്കളുടെ അപ്പനെ തിരിച്ചു വേണം. ഞാൻ എന്ത് ചെയ്യാൻ സിസ്റ്ററെ? കരഞ്ഞുകൊണ്ടൊരു സ്ത്രീ ഇന്ന് എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജാണ്. പ്രിയപ്പെട്ടവരെ, ആരുടെയും കുടുംബ ചരിത്രങ്ങൾ പങ്കുവയ്ക്കാനല്ല ഇത് പറഞ്ഞത്. പക്ഷേ കുടുംബ ജീവിതം അതിന്റെ വിശുദ്ധിയിൽ ജീവിക്കണമെങ്കിൽ നിനക്കെന്ത് വേണം? കൃപ വേണം മക്കളെ.
ഈ കൃപയില്ലാതെ നിനക്ക് കുടുംബത്തിന് വേണ്ടി വിശുദ്ധിയോടെ അധ്വാനിക്കാൻ പറ്റില്ല. പൗലോസ് പറഞ്ഞു, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാലാണ്. എന്റെ മേലുള്ള ദൈവ കൃപയാണ് അധ്വാനിച്ചത്, ഞാനല്ല. അതുകൊണ്ട് മറ്റെല്ലാവരെക്കാൾ കൂടുതലായി ഞാൻ അധ്വാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, സിസ്റ്റർ ഒരു സ്ഥലത്ത്, വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലത്ത് ഞാൻ ഒരു പള്ളിയിൽ ശുശ്രൂഷയ്ക്ക് പോയി. അവിടെ ചെന്ന് പള്ളിയിൽ കഴിഞ്ഞ് ശുശ്രൂഷ കഴിഞ്ഞ് സിസ്റ്റർ ഇറങ്ങുമ്പോ സിസ്റ്ററിനെ വട്ടമിട്ട് പിടിച്ചിരിക്കുക ഒത്തിരി ജനങ്ങൾ. അപ്പോ സിസ്റ്റർ അങ്ങ് മടുത്തു, വല്ലാണ്ട് മടുത്തു, പറ്റുന്നില്ല. സിസ്റ്റർ പറഞ്ഞു, നിങ്ങളെല്ലാം ഒക്കെ, എനിക്ക് നിങ്ങൾക്ക് ആർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഞാൻ മടുത്തു, പറ്റുന്നില്ല. അങ്ങനെ പറഞ്ഞ് വെള്ളം മേടിച്ചു കുടിക്കുന്ന സിസ്റ്ററിന്റെ ചെവികളിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, മകളെ, ഇത് നിന്റെ വേലയല്ല, ഇതെന്റെ വേലയാണ്, കൃപയൊഴുകും, നീ ഇവിടെ നിൽക്കണമെന്ന് സിസ്റ്ററിനോട് പറയുക. വൈകുന്നേരം 6:30 വരെ, ക്ഷീണം തുടങ്ങിയത് 2 മണിക്ക്, 6:30 വരെ ഒരിക്കലും ഇല്ലാത്ത പോലെ കർത്താവിന്റെ വചനം പറയുക മാത്രമല്ല, ഓരോ വ്യക്തികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് കിട്ടിയൊരു കൃപയുണ്ടല്ലോ ആത്മനിയ, അത് വളരെ വളരെ വലുതാണെന്ന്. അപ്പോൾ ആ സിസ്റ്ററിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, എല്ലാവരെയും കൂടുതൽ ഞാൻ അധ്വാനിച്ചു, എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവ കൃപയാണ് അധ്വാനിച്ചത്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ കുടുംബ ജീവിതം അകന്നു പോകാതെ 2 പേരും ഒരുമിച്ച് ഒരു കൂരയ്ക്ക് കീഴിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അതുപോലും വലിയ കൃപയാണ് കേട്ടോ. ആ കൃപ ഇപ്പോൾ അധ്വാനിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ കർത്താവിനോട് പറയണം, ബലഹീനതയുടെ മുകളിൽ നിനക്ക് എന്ത് വേണമെന്ന് പറയണം. എന്ത് വേണം? കൃപ വേണം. പൗലോസ്ലിഹായ്ക്ക് കർത്താവ് കൃപ വാഗ്ദാനം ചെയ്തു. കൊരിന്ത്യർക്കെഴുതിയ 2-ാമത്തെ ലേഖനം 12-ാം അധ്യായം 9-ാമത്തെ വചനം. തന്റെ ജീവിതത്തിൽ ബലഹീനത കൊണ്ട് ബുദ്ധിമുട്ടുമ്പോ പൗലോസ്ലിഹ പറഞ്ഞു, 7-ാമത്തെ വചനം പ്രകാരം വായിക്കും, വെളിപാടുകളുടെ ആധിക്യത്തിൽ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ളെനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിന്റെ ഒരു ദൂതൻ അതിനെ വിട്ടകലാൻ വേണ്ടി 3 പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എന്താ വചനം? നിനക്കെന്റെ കൃപ മതി. എന്നിട്ട് അടുത്ത വചനം എന്താ? എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ കൃപയ്ക്ക് വേണ്ടി കൊതിച്ചിരിക്കുമ്പോ ഈശോയോട് പറയണം, ഒത്തിരി ബലഹീനതയുള്ള ആളാകട്ടോ ഈശോയെ, ഞാൻ ഒത്തിരി കഴിവില്ലാത്ത ആളാ, ഞാൻ ഒത്തിരി കുറവുള്ള ആളാ, ഞാൻ ബലഹീനത മാത്രമേ എനിക്കുള്ളൂ. എത്രമാത്രം ബലഹീനതയുള്ള വ്യക്തിയാണോ അത്രമാത്രം കൃപ നിന്റെ ജീവിതത്തിലേക്ക് ഇന്ന് ഈശോ തരാൻ പോവുകയാ. ബലഹീനതയുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? ആർക്കാ ഏറ്റവും കൂടുതൽ ബലഹീനത? കൃപ വേണോ? കൃപ വേണമെങ്കിൽ അവന്റെ മുമ്പിൽ എനിക്ക് ബലഹീനതയുണ്ടെന്ന് സമ്മതിക്കണം. കർത്താവേ, ഏറ്റവും ബലമില്ലാത്ത വ്യക്തിയാണ് കർത്താവേ, ബലഹീനത മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെ പറയുമ്പോ കൃപയുടെ പെയ്തൊഴുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. തിരിച്ചറിഞ്ഞ പൗലോസ്ലീഹ പറഞ്ഞു, അടുത്ത വചനമാണ്, ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും. എന്താണ് വചനം പറഞ്ഞത്? ക്രിസ്തുവിന്റെ ശക്തി. പറഞ്ഞേ, ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും. ബലഹീനതയുള്ള ആളാരാ എവിടെയുള്ളത്? ആരാ ഉള്ളത്? കൈബുക്ക്. വചനം എന്താ പറഞ്ഞത്? ക്രിസ്തുവിന്റെ ശക്തി പൂർവാധികം ശക്തിയോടെ എന്റെ മേൽ ആവസിക്കാൻ ഏറ്റവും വലുതായി എന്റെ ബലഹീനതയെ കുറിച്ച് ആര് പറഞ്ഞോണ്ടിരിക്കും? ഞാൻ പറഞ്ഞോണ്ടിരിക്കും. കർത്താവേ, കുറവുള്ളവളാ പറ്റില്ലെന്ന് പറയുമ്പോ ആര് കൃപ നിറയ്ക്കും? ഈശോ കൃപ നിറയ്ക്കും. ഞാൻ കണ്ടിട്ടുണ്ട്
എൻ്റെ ജീവിതത്തിൽ ഒരു 2 വർഷം മുമ്പ് ഒരു സ്ഥലത്ത് രാവിലെ 8 മണിക്ക് തുടങ്ങിയ ധ്യാനമാണ്. കൗൺസിലിംഗ് കഴിഞ്ഞ് ഇവിടെ ഏറ്റവും അടുത്തൊരു സ്ഥലത്താണ്. 7:30 വരെ ഞാൻ ആ പള്ളിയിലിരിക്കേണ്ടി വന്നു. 7:30 കഴിഞ്ഞപ്പോൾ എനിക്ക് പിറ്റേ ദിവസം എറണാകുളത്ത് ഫോർട്ട് കൊച്ചിയിൽ സിസ്റ്റേഴ്സിനുള്ള ധ്യാനമാണ്. അപ്പോ അവിടെ എത്തണം. അപ്പൊ ഈ പള്ളിക്കാര് പറഞ്ഞു, സിസ്റ്ററെ നിൽക്കുന്ന ആൾക്കാരെ എല്ലാം കണ്ടു, ഞങ്ങൾ കൊണ്ടുപോയി എറണാകുളത്ത് വിട്ടേക്കാം. അപ്പൊ രാവിലെ 8 മണിക്ക് കയറിയതാണ്. സാധാരണ വൺഡേ ഒക്കെ ഉണ്ടെങ്കിൽ ഒത്തിരി ഭക്ഷണം കഴിക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. കാരണം നമ്മുടെ ബലഹീനത കൊണ്ട് കർത്താവിന്റെ കൃപയിങ്ങ് വരും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ത്യാഗം ഏറ്റെടുക്കണ്ടേ. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ട്. ആ സമയത്തൊക്കെ അങ്ങനെ ചെയ്യുമ്പോ ഒന്നും ചെയ്യാറില്ല. അപ്പോ ഞാനിങ്ങനെ തളർന്നിരിക്കുവാണ്. 7:30 എനിക്ക് എങ്ങനെയും ഒന്ന് ഇവിടെ പുറത്തിറങ്ങിയാവുന്നത് മടുത്തു. അങ്ങനെ ഞാൻ അവിടുന്ന് കയറി വണ്ടിയിൽ പോവുകയാണ്. എന്നെ ഇവർ കൊണ്ടുവിടുവാണ്. അപ്പൊ പോകുന്ന വഴിക്ക് കൊണ്ടുപോകുന്ന ആൾക്കാർ ഓരോരുത്തർക്കും ഫോൺ വിളിച്ചത്, സിസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കാമോ, ഒന്ന് പ്രാർത്ഥിക്കാമോ, ഒന്ന് പ്രാർത്ഥിക്കാമോ. ഇന്നലെ എല്ലാ സ്ഥലത്തും ഇവർക്ക് അറിയാവുന്ന ആൾക്കാരെ എല്ലാം ഫോൺ വിളിച്ചത്. ഞാൻ ഫോണിൽ കൂടെ പ്രാർത്ഥിച്ച് ഞാൻ മടുത്തു. അവിടെ ചെല്ലുമ്പോൾ 11 മണി. അപ്പൊ ആ മടത്തിലെ മദർ പറഞ്ഞു, അന്മരിയ സിസ്റ്റർ വരുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ നൈറ്റ് വിസിറ്റ് നടത്താൻ ഇവിടെ കാത്തിരിക്കുകയാണ്. എൻ്റെ കർത്താവെ, ഞാൻ പറഞ്ഞു, എൻ്റെ മദറെ ചതിച്ചല്ലോ മദറെ, ഞാൻ വലിയതായിട്ട് മടുത്തു. 11 മണിയായി അവിടെ ചെന്ന് കയറുമ്പോൾ. എന്നിട്ട് മദർ പറഞ്ഞു, കൊച്ചു സിസ്റ്റേഴ്സ് പോലും ഉറങ്ങിയിട്ടില്ല കേട്ടോ സിസ്റ്ററെ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു മദറെ, എന്നെ വിഷമിപ്പിക്കല്ലേ, എനിക്ക് പറ്റിയത്. ഉടനെ മദർ പറഞ്ഞു, എന്നാൽ ശരി സിസ്റ്ററെ, നമുക്ക് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിക്കാൻ മുറിലോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഇടയ്ക്കൊക്കെ പോകുന്ന മടമായതുകൊണ്ട് എന്നിട്ട് അവര് ചെമ്മീൻ കറിയും വേണ്ട കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സിസ്റ്റർ വരുമെന്ന് വെച്ച് തന്നെ ഞങ്ങൾ ചെമ്മീനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക. ഇത് ആ സിസ്റ്റർമാരൊക്കെ കൂടിയാണ് ഇത് വെച്ചിരിക്കുന്നത്. ആരും കാത്തിരിക്കുന്ന കുറെ സിസ്റ്റർമാരുടെ പേരെല്ലാം പറഞ്ഞു. എന്നെ വീണ്ടും ഇങ്ങനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരിക്കുക, അതായത് ആരാധന നടത്തണം. അപ്പൊ ഞാൻ പറഞ്ഞത്, മദറെ എനിക്ക് പറ്റുന്നില്ല. എന്നാൽ സാധനമില്ല സിസ്റ്ററെ, അവരെല്ലാവരും ഉറങ്ങാൻ പൊക്കോളാം ഞാൻ പറയാം. ഉടനെ എന്റെ കൂടെയുള്ള സിസ്റ്റർ പറഞ്ഞു, എന്റെ ആൻവരിയ, നമ്മളല്ലല്ലോ ചെയ്യുന്നത്, ഈശോയല്ലോ ചെയ്യുന്നത്, ചെയ്യാന്ന് പറയാൻ പറഞ്ഞു. എനിക്ക് അങ്ങ് സങ്കടം വന്നു. ഞാൻ മദറെ ആരാധന ചെയ്യാന്ന് പറഞ്ഞു. ഞാനിങ്ങനെ 2 കണ്ണ് നിറഞ്ഞൊഴുക, പറ്റുന്നില്ല എനിക്ക് നിൽക്കാൻ, എനിക്ക് ആരോഗ്യമില്ല, തീർന്നു. ഞാൻ മദർ പോയി ഈശോയെ വിളിച്ചു, ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് മുറിയിൽ കയറി, ഞാൻ കഥ കളിച്ച്, ഞാൻ കരയോ, ഈശോയെ എനിക്ക് ഒരു വാക്ക് പറയാൻ പറ്റില്ല, ഞാൻ ഒന്നും പറയില്ല, ഈ ആരാധന നടത്താൻ എനിക്ക് പറ്റില്ല ഈശോയെ. ഞാൻ അങ്ങനെ പറഞ്ഞ് കണ്ണീരൊക്കെ തുടച്ച് ഞാൻ പുറത്ത് ചാപ്പലിലേക്ക് വന്നു. ചാപ്പലിൽ വന്നു. അവരൊരു പരിശുദ്ധാത്മാവിന്റെ പാട്ടുപാടി. ഞങ്ങൾ ആ ആരാധന രാത്രി 1:30 വരെ നീണ്ടു. അവിടെ ആരാ സംസാരിച്ചെന്ന് ചോദിച്ചാൽ ഇന്നും എനിക്കറിയാം, അതെന്റെ പരിശുദ്ധാത്മാവാ, എന്റെ ഈശോയ. എത്രമാത്രം ബലഹീനതയുണ്ടോ അത്രമാത്രം ആരുടെ ശക്തി ആവശ്യിക്കും, ആരുടെ ശക്തി ആവശ്യിക്കും? കർത്താവിന്റെ കൃപ നിറയും. അപ്പോൾ ഈ 10ാമത്തെ വചനം ഒന്നുകൂടി പറഞ്ഞ്, ക്രിസ്തുവിന്റെ ശക്തി. ഇങ്ങനെയാണ് വചനം പറയാൻ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത്. വചനം പറ, ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും. വലതുകരം കൂടി പറഞ്ഞേ, ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഒത്തിരി ബലഹീനതയുണ്ടെങ്കിൽ, നമുക്ക് വിശന്നാൽ, നമുക്ക് സങ്കടം വന്നാൽ, ആ കൃപ, ആ കണ്ണുനീര് തുടയ്ക്കാൻ ആരുടെ കൃപ കടന്നു വരും? അപ്പൊ ഈശോയുടെ കൃപയിൽ ജീവിക്കുവാണെങ്കിൽ എന്തിനേലും കുറവുണ്ടാവുമോ? ഉണ്ടാവുമോ? നമുക്ക് എപ്പോഴും കുറവുള്ളവരാ, പക്ഷെ കൃപ നമ്മളെ പൊതിഞ്ഞ ഒന്നിനും കുറവുണ്ടാവില്ല. അപ്പോൾ പൗലോസ് ശ്ലീഹായ്ക്ക് കർത്താവ് എന്ത് വാഗ്ദാനം ചെയ്തു? എന്ത് വാഗ്ദാനം ചെയ്തു? കൃപ വാഗ്ദാനം ചെയ്തു. ഇനി കൃപയില്ലാത്ത വ്യക്തിയെ വിശുദ്ധ ഗ്രന്ഥം ഒരു പേരിടും. എന്താണ് ആ പേരെന്നറിയാമോ? കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു വചനം? മക്കമാരുടെ പുസ്തകം കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ബൈബിളിൽ അങ്ങനെ ഒരു പുസ്തകം ഉണ്ടോ? ഉണ്ട്. മക്കമാരുടെ 2ാമത്തെ പുസ്തകം 9ാം അധ്യായം. 2ാമത്തെ പുസ്തകം 9ാം അധ്യായത്തിൽ അന്ത്യോക്കസ് എന്ന് പറയുന്ന ഒരു രാജാവ്,
ആ രാജാവിനെ വിശുദ്ധ ഗ്രന്ഥം കൃപ നഷ്ടപ്പെട്ട വ്യക്തിയായിട്ടാണ് കണക്കാക്കുന്നത്. മക്കബാരുടെ 2-ാമത്തെ പുസ്തകം 9-ാം അധ്യായത്തിൽ 13-ാമത്തെ വചനം ബൈബിളിലൊന്ന് വായിച്ചേ. കർത്താവിന്റെ കൃപ നിഷേധിക്കപ്പെട്ട ആ മ്ലേച്ഛൻ. എന്താണ് അതിന്റെ പേര്? മ്ലേച്ഛൻ. കൃപയില്ലാത്ത മനുഷ്യനെ എന്തെന്ന വിശദീകരണം പറഞ്ഞു വെച്ചിരിക്കുന്നേ? മ്ലേച്ഛൻ. അന്ത്യോക്കസ് എന്നാണോ പറഞ്ഞത്? അല്ല, അവന് പേരുണ്ടോ? ഇല്ല. കൃപയില്ലാത്ത വ്യക്തി മ്ലേച്ഛനായി മാറുകയാണ്, പാപത്തിൽ വീഴുകയാണ്. ദൈവം അവൻ നിന്ന് നഷ്ടപ്പെട്ടു പോയി. കൃപയില്ലെങ്കിൽ അവൻ മ്ലേച്ഛനായി മാറും, മ്ലേച്ഛ പ്രവർത്തികളിൽ മുഴുകും. നമ്മുടെ വാക്കുകൾ പോലും മ്ലേച്ഛമായ വാക്കുകളായി മാറാൻ തുടങ്ങും. ഇന്ന് അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, മ്ലേച്ഛ പ്രവർത്തികളിലേക്ക് നാം വീണ് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തില്ല? കൃപയില്ല. അപ്പൊ കർത്താവിനോട് എന്തിനു വേണ്ടി ചോദിക്കണം? കർത്താവെ, എനിക്ക് കൃപ തരണേ, എനിക്ക് കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ സ്വർഗം കൃപ നിറയ്ക്കും നമ്മുടെ ജീവിതത്തിലേക്ക്. ഇനി അപ്പസ്തോല പ്രവർത്തനം എടുത്ത്, അപ്പസ്തോല പ്രവർത്തനത്തിൽ ഞാൻ പറഞ്ഞു, കർത്താവ് കൃപ വാഗ്ദാനം ചെയ്ത വ്യക്തി ആരാണ്? കൃപ വാഗ്ദാനം ചെയ്ത വ്യക്തി ആരാ? ഉറക്കപ്പറ. പൗലോസ്. അങ്ങനെയല്ലേ പറഞ്ഞേ? നിനക്ക് എന്റെ കൃപ മതി. ഇനി കൃപ ലഭിക്കുന്ന വ്യക്തിയിൽ ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. പൗലോസ്ലിഹയുടെ ജീവിതത്തിൽ സങ്കടമുണ്ടോ? ഉണ്ട്. അപ്പോൾ അപ്പസ്തോല പ്രവർത്തനം 26-ാമത്തെ അധ്യായം. കൃപ നിറഞ്ഞ ദൈവം കൃപ വാഗ്ദാനം ചെയ്ത പൗലോസ്ലിഹയുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി വരികയാണ്. 26-ാം അധ്യായം. അവിടെ എന്താണ് എന്റെ കെട്ടിങ്? പൗലോസിന്റെ ന്യായവാദം. പൗലോസ് വിചാരണ ചെയ്യപ്പെടാൻ രാജാവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. കൈകളിൽ എന്തുണ്ട്? ചങ്ങലയുണ്ട്, ബലമുണ്ട്. എന്തുണ്ട്? ബലമുണ്ട്. കൃപയുള്ള വ്യക്തിക്ക് ദുഃഖങ്ങളും സഹനങ്ങളും ഉണ്ടാകുമോ? ഉണ്ടാകും. ഇവിടെ പൗലോസ്ലീഹ യേശുവിനെ കുറിച്ച് പറയാൻ ആഗ്രഹിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ സ്വർഗം അവന്റെ ബലഹീനതയുടെ മേൽ ദൈവ കൃപ നിക്ഷേപിച്ചപ്പോൾ അവന്റെ മുമ്പിൽ ഒരു പ്രതിസന്ധി വന്നിരിക്കുക. അവൻ പിടിക്കപ്പെട്ടു. ന്യായവിസ്താരണത്തിന് അവൻ രാജാവിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. കൃപയുള്ള പൗലോസ് ഭയപ്പെട്ടോ? പ്രതിസന്ധിയുടെ മുമ്പിൽ അവൻ വീണുപോയോ? ഇല്ല. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിലക്കുകളും വിചാരണകളും കുറ്റപ്പെടുത്തലുകളും കടന്നു വരുമ്പോൾ തകരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? കൃപ വേണം. എന്നിട്ട് വചനം വായിക്കാം. 26-ാം അധ്യായത്തിൽ 24 വരെ വചനങ്ങൾ വായിക്കും. അവർ ഇങ്ങനെ ന്യായവാദം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഫെസ്തൂസ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, പൗലോസ്, നിനക്ക് ഭ്രാന്താണ്, നിന്റെ വലിയ വിജ്ഞാനം നിന്നെ ഭ്രാന്തനാക്കുന്നു. ഉടനെ പൗലോസ്, കൃപയുള്ള പൗലോസ് പറഞ്ഞു, അഭിവന്ദ്യനായ ഫെസ്തൂസ്, രാജാവിനോടാണ് പറയാൻ പോകുന്നത്. അഭിവന്ദ്യനായ ഫെസ്തൂസ്, ഞാൻ ഭ്രാന്തനല്ല, സുബോധത്തോടെ സത്യം പറയുകയാണ്. രാജാവിന് ഇക്കാര്യങ്ങൾ അറിയാം. ഞാൻ അവരോട് തുറന്ന് പറയുകയാണ്, ഇവയിൽ ഒന്നുപോലും സത്യപ്പെടാതിരുന്നിട്ടില്ലെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എന്തെന്നാൽ ഇത് ഒഴിഞ്ഞ കൊള്ളിൽ സംഭവിച്ച കാര്യമല്ല. അവൻ തന്റെ ജീവിതകഥ, എങ്ങനെയാണ് സ്വർഗം തന്നെ ഈശോയെ പിടിച്ചെടുത്തത് എങ്ങനെയാണെന്നൊക്കെ രാജാവിനെ വിവരിച്ച് കൽപ്പിച്ചപ്പോ ഫെസ്തൂസ് പറഞ്ഞു, നിനക്ക് ഭ്രാന്താണ്, നിനക്ക് സുബോധമില്ല. പൗലോസ്ലീഹ ഭയലേശമന്യേ അവൻ പറഞ്ഞു, എനിക്ക് ഭ്രാന്തില്ല, സുബോധത്തോടെ ഞാൻ പറയുകയാ, ഇതൊഴിഞ്ഞ കോണിൽ സംഭവിച്ചൊരു കാര്യമല്ല. സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു പൗലോസ്ലീഹ. പ്രിയപ്പെട്ട മക്കളെ, കൃപയുണ്ടെങ്കിൽ സത്യം മാത്രം നീ പറയും. കൃപയുണ്ടെങ്കിൽ സത്യം മാത്രം നീ പറയും. എത്ര പേരെ സത്യത്തെ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും നീ എന്തേ പറയൂ? സത്യമേ പറയൂ. ഇന്ന് അസത്യങ്ങൾ പറയുന്ന നാവുകളുണ്ടെങ്കിൽ
ഇവിടെ ഇരിക്കുമ്പോ എന്താ ആലോചിച്ചോണം? എന്നിൽ കൃപ കുറഞ്ഞുപോയി, കൃപ കുറഞ്ഞുപോയി ചോദിച്ചോണം. കള്ളം പറയുന്ന ആളുകളുണ്ടെങ്കിൽ ചോദിച്ചോണം, കർത്താവേ കൃപ കുറഞ്ഞിട്ടുണ്ട്, കൃപ തരണം. എന്നിട്ട് പൗലോസിന്റെ 27-ാമത്തെ വചനം വായിച്ചേ. അഗ്രിപ്പ രാജാവേ, നീ പ്രവാചകന്മാരെ വിശ്വസിക്കുന്നില്ലേ? ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അഗ്രിപ്പ പൗലോസിനോട് പറഞ്ഞു, എളുപ്പത്തിൽ എന്നെ ക്രിസ്ത്യാനിയാക്കാമെന്നാണോ? ഉടനെ പൗലോസ് എന്താ പറഞ്ഞേ? എളുപ്പത്തിലോ അല്ലാതെയോ നീ മാത്രമല്ല, ഇന്ന് എന്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ചങ്ങലയുടെ കാര്യത്തിലൊഴികെ എന്നെ പോലെ ആകണമെന്നാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഇനി പൗലോസിന് ആരുടെ മുമ്പിലായിരുന്നു നിന്നത്? ആരുടെ മുമ്പിലാ? രാജാവിന്റെ മുമ്പിൽ. സധൈര്യം ഭയലേശമന്യേ കർത്താവിനെ കുറിച്ച് പങ്കുവയ്ക്കാൻ പൗലോസിനെ ശക്തിപ്പെടുത്തുകയിൽ എന്താണ് പ്രിയപ്പെട്ടവരെ? എന്താണ്? ദൈവകൃപ. നിനക്കെന്റെ കൃപ മതി. ഒന്ന് പറഞ്ഞേ, നിനക്കെന്റെ കൃപ മതി. കർത്താവിനോട് പറഞ്ഞു, എല്ലാരും പറ, കർത്താവിനോട് പറഞ്ഞു നിനക്കെന്റെ കൃപ മതി. ചങ്കിൽ ഇങ്ങനെ കൈ ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു നിനക്കെന്റെ കൃപ മതി. തെറ്റിദ്ധാരണയുടെ മുകളിൽ, കുറ്റപ്പെടുത്തലിന്റെ മുകളിൽ, വിമർശനത്തിന്റെ മുകളിൽ സധൈര്യം ഭയപ്പെടാതെ സത്യം സംസാരിക്കാൻ, സത്യത്തിന് വേണ്ടി നിൽക്കാൻ, സത്യം തന്നെ യേശുവിന്റെ വചനത്തിന് വേണ്ടി നിൽക്കാൻ കൃപ ചോദിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ മക്കളെ, ശക്തമായി സ്തുതിച്ചേ. ശക്തിയോടെ ക്രിസ്തുവിന്റെ കൃപ, അവന്റെ ശക്തി എന്റെ മേൽ ആവസിക്കാൻ. ബലഹീനനായ ഞാൻ കർത്താവേ കൃപയ്ക്ക് വേണ്ടി യാചിക്കുന്നു. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, ഈശോ, ഈശോ, ഈശോ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഈശോയേ. നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ കള്ളം പറയുന്ന അവസ്ഥയുണ്ടെങ്കിൽ, ഭയപ്പെട്ടോടുന്ന സമയമുണ്ടെങ്കിൽ, കൃപ കുറഞ്ഞു പോയ മേഖലകളുണ്ടെങ്കിൽ, സത്യം പറയാൻ മടിക്കുന്ന സമയങ്ങളുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾക്ക് മുമ്പിൽ, ചില ഭീഷണികൾക്ക് മുമ്പിൽ വഴങ്ങിപ്പോകുന്ന അവസ്ഥകളുണ്ടെങ്കിൽ, കർത്താവേ എനിക്ക് കൃപ തരണമേ, പരിശുദ്ധ അമ്മേ കൃപ മേടിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ച്, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സ്തുതി, പ്രിയപ്പെട്ട മക്കളെ, വലിയ ദൈവകൃപ ഈശോ തരികയാണ് കേട്ടോ. നിങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ കരവിങ്ങനെ മനസ്സിൽ കണ്ടെന്ന് കോർത്ത് പിടിച്ചിട്ട് പറഞ്ഞേ, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സ്തുതി, കർത്താവിനോടുകൂടെ അമ്മയുടെ ഉദരത്തിൽ പരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി പറഞ്ഞ, ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കൂ. അപ്പോ കർത്താവിന് ഈ കൃപ എനിക്ക് തരാൻ പറ്റൂ? അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ആ കൃപ ലഭിക്കാൻ ഒരു വചനം വിട്ട് പറയട്ടെ. ലൂക്ക 18:27. എന്താണ് വചനം? ബൈബിളുകളുടെ അടുത്ത് ലൂക്ക. ഇതൊക്കെ കാണാൻ പാടെ പഠിച്ചോണം കേട്ടോ. ഒരിക്കലും പറഞ്ഞേക്കത് ഈ വചനം. ലൂക്ക 18:27. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. മനുഷ്യർക്ക്
അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. പ്രിയപ്പെട്ട മക്കളെ, കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 4 മാസം മുമ്പേ എനിക്ക് അവളെ പരിചയമുണ്ട്. അവള് മെസ്സേജ് അയച്ചിരിക്കുന്ന ഇപ്രകാരമാണ്: സിസ്റ്ററെ, ഞാൻ 9 തവണ IELTS എക്സാം എഴുതി, പുറത്തേക്ക് പോകാൻ നോക്കിയിട്ട് ഞാൻ പാസ്സായിട്ടില്ല. സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അവൾക്ക് ഈ മെസ്സേജ് അയച്ചു. ലൂക്ക 18:27. എന്താണ്? മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഇതാ പെൺകുട്ടിയുടെ ബലഹീനതയാണോ? ആണോ? ജയിച്ചു തീർക്കാൻ പറ്റുന്നുണ്ടോ? ബലഹീനതയല്ലേ അത്? അല്ലേ? കഴിവ് കുറവല്ലേ അത്? ആണ്, കഴിവ് കുറവാണ്. അപ്പോ ഞാൻ ഈ വചനം അവൾക്ക് പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു, നീ വചനമൊക്കെ പറഞ്ഞ് നീ പ്രാർത്ഥിച്ചു. കാരണം എന്നിട്ട് ഞങ്ങൾക്ക് അവളുടെ ഈ കൃപയെ കുറിച്ചൊക്കെ പറഞ്ഞാട്ടോ ഞാൻ നമുക്ക് മെസ്സേജ് അയച്ചേ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ ശക്തി പൂർവാധികം ആവസിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബലഹീനതയെ കുറിച്ച് പറയണ്ടേ? നമ്മളെല്ലാം തികഞ്ഞവരാണോ? എല്ലാം തികഞ്ഞവർക്ക് കർത്താവിനെ വേണ്ട. എല്ലാം തികയാത്തവർക്കാണ് ആരെ വേണ്ടത്? കർത്താവിനെ. അതുകൊണ്ട് നമുക്ക് ആരെ വേണം? കർത്താവിനെ. നമ്മളെല്ലാം തികഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ആരെ വേണം? കർത്താവിനെ വേണം. അപ്പോ ഈ പെൺകുട്ടിക്ക് ഞാൻ മെസ്സേജ് വെച്ചു. അവള് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. എനിവേ അവള് പഠിച്ചു. ഈശോ അത്ഭുതകരമായി അവൾക്ക് IELTS കൊടുത്തു. അവൾക്ക് കൊടുത്ത IELTS 8.5 ആണ് അവൾക്ക് കൊടുത്തത്. നമുക്ക് ഭയങ്കര സന്തോഷമായി. അവൾ എനിക്ക് മെസ്സേജ് അയച്ചു, സിസ്റ്റർ എനിക്ക് IELTS കിട്ടി, ഞാൻ വിസ പ്രോസസ്സിംഗ് തുടങ്ങുകയാണ്. ഞാൻ പറഞ്ഞു, നല്ല കാര്യം, ഈശോ തന്നെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും തിരിച്ച് ലൂക്ക 18:28 അത് അയച്ചു കൊടുത്തു. എന്താണ്? മനുഷ്യർക്ക് അസാധ്യമായതൊക്കെ പറ ദൈവത്തിന് സാധ്യമാണ്. ഇവിടെ തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞേ, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഞാൻ ഈ മെസ്സേജ് അയച്ചു കൊടുത്തു. അവളതൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്നിട്ട് അവൾ അടുത്ത 2-3 ദിവസത്തെ മെയിൽ ഇങ്ങനെയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്: സിസ്റ്ററെ, നവംബർ 1-ാം തീയതി എനിക്ക് വിസ വരണം, വന്നില്ലെങ്കിൽ ഇത് ക്യാൻസൽ ആകും, സിസ്റ്റർ പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് വീണ്ടും തിരിച്ച് മെസ്സേജ് അയച്ചു. അതിനുശേഷം നവംബർ മാസം 1-ാം തീയതി രാവിലെ അവൾ എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുകയാണ്: സിസ്റ്ററെ, എനിക്ക് വിസ വന്നിട്ടില്ല. ഈശോയ്ക്ക്, എന്നിട്ട് അവളെ ഒരു പെൺകുട്ടിയുടെ വിശ്വാസമാണ് അവളേക്ക് അയച്ചിരിക്കുകയാണ്. ഈശോയ്ക്ക് പ്രവർത്തിക്കാൻ പറ്റൂലോ സിസ്റ്ററെ എന്നൊരു മെസ്സേജ്. ഞാൻ തിരിച്ചു വീണ്ടും അയച്ചു. ലൂക്ക 18:27. അന്ന് നവംബർ 1-ാം തീയതി 12:45 വീണ്ടും അവളുടെ മെസ്സേജ് എനിക്ക് വന്നിരിക്കുകയാണ്: സിസ്റ്ററെ, ഇപ്പോഴും എനിക്ക് മെയിലൊന്നും വന്നിട്ടില്ല, എനിക്ക് വിസ വന്നിട്ടില്ല, സിസ്റ്റർ പ്രാർത്ഥിക്കണം. എന്നിട്ട് അവള് പറഞ്ഞു, ഇനി രാത്രി 12 മണി വരെ സമയമുള്ളൂ, എന്നാലും ലൂക്ക 18:27 ഞാൻ പറയുക. അവള് പറയുന്നു, കൃപയുണ്ടോ അവളില്? ഉണ്ടോ? കൃപയുണ്ട്. അവള് കരയുവാണോ? അല്ല, കൃപ നിറഞ്ഞ പെൺകുട്ടി അവള് പറഞ്ഞു ലൂക്ക 18:27. പ്രിയപ്പെട്ടവരെ, നവംബർ മാസം 1-ാം തീയതി 6:45 അവളുടെ മെസ്സേജ് ഉണ്ട്: സിസ്റ്ററെ, എനിക്ക് വിസ വന്നു, എന്റെ ദൈവം വലിയവനാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇങ്ങനെ ചുമ്മാ കുറ്റിയടിച്ചിരുന്നാൽ മതി. നന്നായിട്ടൊന്ന് കൈയടിച്ച് കൈയടിക്കാൻ പറ്റുന്നുണ്ട്. ഇതാര് ചെയ്തതാ? ഈശോ ചെയ്തതാ. ഈശോയുടെ കൃപ അവളിൽ സമൃദ്ധമായി വന്നപ്പോ അവൾക്ക് എന്ത് കിട്ടി? ഈ പ്രതിസന്ധി തകർന്നു പോയോ? തകർന്നു പോയോ? നമ്മളാണെങ്കിൽ ഒക്ടോബർ 31-ാം തീയതി കൊണ്ട് വെട്ടി നടക്കും, ഇല്ലേ? 1-ാം തീയതി വിസ കിട്ടിയില്ലേ, പോയി. 31-ാം തീയതി വൈകുന്നേരം നമ്മൾ എന്ത് ചെയ്യും? ബൈബിള് മാറ്റിവെച്ചു, ലൂക്ക 18:27 മാറ്റിവെച്ചു. പിന്നെ ഒറ്റ സെന്റൻസും ഇല്ല, ഒന്നുമില്ല. നമ്മൾ മാറും. പക്ഷേ ഇവള് മാറിയില്ല. ഇവൾക്ക് കൃപയുണ്ട്. കൃപയുള്ളപ്പോ അത്ഭുതങ്ങൾ കണ്ണാലെ കാണാൻ പറ്റും. അപ്പോ പൗലോസ്ലിഹായുടെ ജീവിതത്തിൽ 1-ാമത്തെ ഒരു പ്രതിസന്ധിയായിരുന്നു രാജാവിന്റെ മുമ്പിൽ ന്യായവിസ്താരം, കുറ്റപ്പെടുത്തലുകൾ, വിചാരണ ചെയ്യപ്പെടുന്ന അവസ്ഥ. ഭയമില്ലാതെ നിൽക്കാൻ പൗലോസ്ലിഹായെ സഹായിച്ചത്, യേശുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ, സത്യം തന്നെ യേശുവിനെ പറഞ്ഞു കൊടുക്കാൻ സഹായിച്ചത് എന്താണ്? കൃപയാണ്. ഇനി 2-ാമത്തെ പൗലോസ്ലിഹായുടെ ജീവിതത്തില് മറ്റൊരു അനുഭവമാണ് 27-ാമത്തെ. അതിന്റെ ഹെഡിങ് എന്താണ്? അപ്പോസ്തല പ്രവർത്തനം 27-ാം അധ്യായം. റോമായിലേക്ക്
കപ്പൽ യാത്ര റോമായിലേക്ക് വിചാരണ ചെയ്യപ്പെടാൻ വേണ്ടി കൈകളിൽ കാലുകളിൽ വിലങ്ങുകൾ അണിയിച്ച് പൗലോസ്ലീഹായെ റോമായിലേക്ക് കപ്പൽ കയറ്റി തടവ് പുള്ളിയാക്കി യാത്ര ചെയ്യുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു പ്രിയപ്പെട്ടവരെ? ബൈബിൾ വായിച്ചവർക്ക് എന്തറിയാം? 13-ാമത്തെ വചനത്തിലെ കെട്ടിക്ക് എന്താണ് എഴുതിയിരിക്കുന്നത്? കൊടുങ്കാറ്റും കപ്പൽ നാശവും. ഇവിടെ ഭയലേശമന്യേ യേശുവിനെ കുറിച്ച് പറഞ്ഞ പൗലോസ്ലീഹായുടെ മുൻപിൽ വലിയൊരു പ്രതിസന്ധി. സഞ്ചരിക്കുന്ന കപ്പൽ നശിക്കാൻ പോവുകയാണ്. കൊടുങ്കാറ്റാഞ്ഞു വീശുകയാണ്. അവൻ ആരെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്? ആരെക്കുറിച്ചാണ് പൗലോസ്ലീഹ പറഞ്ഞത്? ഈശോയെ കുറിച്ച്. ഈശോയ്ക്ക് വേണ്ടി പ്രാർത്ഥനാവാൻ പോലും തയ്യാറായ പൗലോസ്ലീഹയിൽ മുമ്പിൽ എന്താ വന്നു നിൽക്കുന്ന? കൊടുങ്കാറ്റാണ്. കൊടുങ്കാറ്റ് ഉണ്ടാകാറുണ്ടോ ജീവിതത്തിൽ? ഉണ്ടോ? ഇരിക്കുന്ന കപ്പൽ തകർന്നു പോകുന്ന അവസ്ഥയുണ്ടോ? ഉണ്ടല്ലോ. ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. അപ്പോ കൂടെ നിൽക്കുന്നവർക്ക് എന്ത് വേണേലും പറയാം. അവൻ ആരെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നേ? യേശുവിനെ കുറിച്ച്. അപ്പോൾ തന്നെ നിർത്തിയായിരുന്നെങ്കിൽ ജീവൻ കിട്ടിയില്ലായിരുന്നോ? പക്ഷെ നിർത്തിയില്ല. അവിടെ ആരധ്വാനിക്കാൻ തുടങ്ങി? കൃപ അധ്വാനിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട മക്കളെ, കൃപയുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. പതറാതെ മുന്നോട്ട് പോകുമ്പോ ആ കൃപ ആദ്യം ശക്തി പകർന്നെങ്കിൽ പിന്നെ സംഭവിക്കാൻ പോവുക, കൃപ സംസാരിക്കാൻ തുടങ്ങും. അതാണ് 27-ാം അധ്യായം. വലിയ കൊടുങ്കാറ്റിന്റെ സമയത്ത്, കപ്പൽ നാശത്തിന്റെ സമയത്ത് 23-ാമത്തെ വചനം വായിച്ചേ. എന്തെന്നാൽ ഞാൻ ആരാധിക്കുന്നവനും ഞാൻ ആരാധിക്കുന്നവനും എന്റെ ഉടയവനുമായ ദൈവത്തിന് ഒരു ദൂതൻ ഈ കഴിഞ്ഞ രാത്രി എനിക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു. എന്താണ്? പൗലോസ്, നീ ഭയപ്പെടേണ്ട. സീസറിന്റെ മുമ്പിൽ നീ നിൽക്കുക തന്നെ ചെയ്യും. നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരെയും ദൈവം നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. അതിനാൽ ജനങ്ങളെ, നിങ്ങൾ ധൈര്യമായിരിക്കുവിൻ. എന്നോട് പറഞ്ഞതെല്ലാം അതുപോലെ സംഭവിക്കുമെന്ന് എന്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഒരു ദ്വീപിൽ നാം ചെന്ന് പറ്റും. കൃപയോടെ നിന്നപ്പോൾ കൃപ എന്ത് ചെയ്തു? സംസാരിക്കാൻ തുടങ്ങി. കൃപ സംസാരിക്കണം. കൃപ സംസാരിക്കണം. കൃപ ആരാണ് ഞങ്ങളോട് പറഞ്ഞേ? കൃപ ആരാണ് പറഞ്ഞേ? ഈശോ. ഈശോയ്ക്ക് വേണ്ടി സധൈര്യം കുത്തുവാക്കുകളുടെ മുമ്പിൽ, ഭയപ്പാടുകളുടെ മുമ്പിൽ ധീരതയോടെ നിന്നാൽ ആ ഈശോ മറ്റൊരു കൊടുങ്കാറ്റിന്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോഴും കപ്പൽ തകരുമ്പോഴും നിന്റെ ചെവികളിൽ എന്ത് സംസാരിക്കും? അവൻ വചനം സംസാരിക്കും. എന്നിട്ട് എന്താ പൗലോസ്ലീഹായോട് പറഞ്ഞേ? ഈ കപ്പൽ നശിക്കുകയെന്നാണ് പറഞ്ഞത്. ആണോ? കപ്പൽ നശിക്കുകയെന്ന് പറഞ്ഞു. കൊടുങ്കാറ്റ് നിൽക്കുമെന്ന് ഈശോ പറഞ്ഞു? ഇല്ലല്ലോ. പിന്നെ എന്താ പറഞ്ഞേ? ലക്ഷ്യത്തിലെത്തും. എന്താ പറഞ്ഞേ? ലക്ഷ്യത്തിലെത്തും. സീസറിന്റെ മുമ്പിലേക്ക് നീ നിൽക്കും. കാരണം എന്തിനാ പോകുന്നേ? സീസറിന്റെ മുമ്പിൽ വിചാരണ ചെയ്യപ്പെടാൻ പൗലോസ്ലീഹായെ കയറ്റി അയച്ചിരിക്കുക. ലക്ഷ്യം അവിടെ എത്തണം, റോമിലെത്തണം. അത് ലക്ഷ്യമാണ്. ലക്ഷ്യം തകർന്നോ? ഇല്ല. കൊടുങ്കാറ്റ് ശാന്തമാകുമെന്നല്ല കൃപ പറഞ്ഞത്. ദൈവം പറഞ്ഞത് കൊടുങ്കാറ്റ് ശാന്തമാകുന്നോ, കപ്പല് രക്ഷപ്പെടുന്നോ എന്ന് പറഞ്ഞേ ഒറ്റ കാര്യം പറഞ്ഞു. കൃപയുണ്ടല്ലോ, ഞാൻ തന്ന വാഗ്ദാനമാകുന്ന കൃപ നിന്നെ എവിടെ എത്തിക്കും? ലക്ഷ്യത്തിലെത്തിക്കും. നിന്നെ മാത്രമാണോ? നിന്നെ മാത്രമാണോ? വചന ശ്രദ്ധിക്കണം മക്കളെ. കൃപ ലഭിക്കുമ്പോൾ കിട്ടുന്ന അനുഗ്രഹമാണ്. നിന്നെ മാത്രമല്ല, നിന്റെ കൂടെ യാത്ര ചെയ്യുന്നവരെയും. കൃപയുള്ള ഒരപ്പനുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ, കൃപയുള്ള ഒരമ്മ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ കപ്പൽ തകർന്നാലും കൊടുങ്കാറ്റ് വീശിയടിച്ചാലും നീയും നിന്റെ കുടുംബവും എവിടെ എത്തും? ലക്ഷ്യത്തിലെത്തും. അടുത്തിരിക്കുന്ന ആളുടെ കയ്യിലേക്ക് കൈ പിടിച്ചിട്ട് പറഞ്ഞേ, നിന്റെ കുടുംബത്തിൽ നീ കൃപയുള്ള വ്യക്തിയാണെങ്കിൽ കപ്പൽ തകർന്നാലും കൊടുങ്കാറ്റാഞ്ഞു വീശിയാലും നിന്റെ കുടുംബം ലക്ഷ്യത്തിലെത്തും. ധൈര്യമായിരിക്കും. കരമുയർത്തി കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ മക്കളെ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ശക്തമായ ദൈവകൃപയാൽ
കുടുംബം കൃപയുള്ള കുടുംബമാക്കി മാറ്റണേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രിയപ്പെട്ട മക്കളെ, ഇപ്പൊ കൊടുങ്കാറ്റുണ്ടോ? ഇപ്പൊ കപ്പൽ തകർന്ന അവസ്ഥയാണോ നിനക്ക്? ജീവിതം വഴിമുട്ടി നിൽക്കുവാണോ? കർത്താവിന്റെ കൃപ നിന്റെ ചെവിയിൽ മന്ത്രിക്കുകയോ? നീ ലക്ഷ്യത്തിലെത്തും, നീ ലക്ഷ്യത്തിലെത്തും. നിന്നോടുകൂടെ നിന്റെ പ്രിയപ്പെട്ടവരും ലക്ഷ്യത്തിലെത്തും. കൃപ നിറഞ്ഞ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. ഈശോമിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി 33-ാമത്തെ വചനം വായിച്ച് 27-ാം അധ്യായം 33-ാമത്തെ വചനം. പ്രഭാതമായപ്പോൾ ഭക്ഷണം കഴിക്കാൻ പൗലോസ് എല്ലാവരെയും പ്രേരിപ്പിച്ചു. കാരണം അതിന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഉണ്ടോ? എല്ലാവരും എന്താ ബാധിച്ചിരിക്കുന്നത്? ഭയം. എല്ലാവരും എന്ത് ബാധിച്ചിരിക്കുക? ഭയമാണ്. കൃപയുള്ള പൗലോസിന് ഭയമുണ്ടോ? ഇല്ല. അവൻ എന്ത് ചെയ്തു? അവന്റെ ധൈര്യം അവർക്ക് പകർന്നു കൊടുത്തു. പ്രിയപ്പെട്ട മക്കളെ, ഇതാണ് കൃപയുടെ മറ്റൊരഭിഷേകം. കൃപ നിന്നെ ധൈര്യപ്പെടുത്തും. കൃപ നിന്നോട് സംസാരിക്കും. ശരിയാണോ? ശരിയാണോ? ആണ്. കൃപ നിന്നെ ധൈര്യപ്പെടുത്തും. കൃപ നിന്നോട് സംസാരിക്കും. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, അവർക്കൊരു കൊതി വരട്ടെ കൃപ മേടിക്കാൻ. കൃപ നിന്നെ ധൈര്യപ്പെടുത്തും. കൃപ നിന്നോട് സംസാരിക്കും. അവർക്ക് കൊതി വരണം കൃപ സ്വീകരിക്കാൻ. നിനക്ക് കൊതി ഉണ്ടോ എന്ന് ചോദിച്ചേ. കൃപ സ്വീകരിക്കാൻ കൊതി ഉണ്ടോ എന്ന് ചോദിക്കും. കർത്താവിന് നന്ദി. നല്ലൊരു കയ്യടി കൊടുത്ത് ഈശോയ്ക്ക്. ഇനി 28-ാമത്തെ അധ്യായം. പൗലോസ്ലീഹ ന്യായവിസ്താരത്തിന് വേണ്ടി റോമായിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഫെസ്തൂസ് ലേബഗ്രീപ്പ രാജാവിന്റെ മുമ്പിൽ നിന്ന് ഭയലേശമനെ കർത്താവിനെ കുറിച്ച് പറഞ്ഞു. കപ്പൽ നാശവും കൊടുങ്കാറ്റും ഒക്കെ പിന്നിട്ടവര് മാൾട്ട. ആര് പറഞ്ഞ ദ്വീപാത്? കർത്താവ് പറഞ്ഞില്ലേ, കൃപ പറഞ്ഞില്ലേ ഒരു ദ്വീപിലെത്തൂന്ന്. അവിടെ എത്തി. അവിടെ എത്തിച്ചേർന്നാണ് 28-ാമത്തെ അധ്യായം. ഇനി എന്നിട്ടും കൃപ നിറഞ്ഞു നിൽക്കുമ്പോ അവന് പ്രതിസന്ധി ഉണ്ടാവുമോ? ഇല്ലേ? ഉണ്ടാവോ? മൂന്നാമത്തെ മറ്റൊരു പ്രതിസന്ധി. കൃപ നിറയുമ്പോൾ ഈ പ്രതിസന്ധിയെ എങ്ങനെ നേരിടുന്നതാണ് അടുത്ത വചനം പറയുക. അയച്ചേ. ഞങ്ങൾ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ മാൾട്ട എന്ന ദ്വീപാണ് അതെന്ന് മനസ്സിലാക്കി അപരിചിതരെങ്കിലും സ്ഥലവാസികൾ ഞങ്ങളോട് അസാധാരണമായ കാരുണ്യം കാണിച്ചു. കാരണം ഇതിലെല്ലാം എന്തുണ്ടായിപ്പോ? പൗലോസ്ലീഹായി മാത്രമാണ് കൃപ അല്ല, കൂടെ നിന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്, അവരെ കൊണ്ട് നിനക്ക് ഞാൻ തന്നേക്കുക. കൃപ എപ്പോഴും പകരും കേട്ടോ. കൃപ എപ്പോഴും പകർന്നുകൊണ്ടേയിരിക്കും. ഒരു മഠത്തിലൊരു സിസ്റ്റർ കൃപയുള്ള ആളാണെങ്കിൽ ആ മഠത്തിലെ മറ്റുള്ളവരെല്ലാം കൃപ വ്യാപരിക്കും. അപ്പൻ കൃപയുള്ളവരാണെങ്കിൽ മക്കളും കൃപയുള്ളവരാകും. ഇന്നലെ ഞാൻ ഒരു സ്ഥലത്ത് ധ്യാനം ചെയ്യാനായിട്ട് ചെയ്തു. അവിടുത്തെ ഒരു ചേട്ടൻ, ആ ചേട്ടൻ 2 മക്കളാണ്. 2 മക്കളും ഈ ചേട്ടനും ഈ ചേച്ചിയും വലിയ വലിയ സമ്പത്തുള്ള മനുഷ്യരാണ്, വലിയ ഉദ്യോഗസ്ഥരാണ്. മകൻ M.Tech കഴിഞ്ഞിട്ട് ഇപ്പൊ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. അപ്പോ സാധാരണ യുവജനങ്ങളൊക്കെ ആകുമ്പോ നമുക്കറിയാം കാലഘട്ടമല്ലേ. അപ്പോ ചേട്ടനെ പരിചയപ്പെടുത്തുകയാണ്. സിസ്റ്ററെ, ഇതെന്റെ മോൻ. അവൻ ഓടി വന്നെ ഇങ്ങനെ കാണിച്ചു. ഞാൻ സാധാരണ യൂത്തൊക്കെ അങ്ങനെ കാണിക്കാല്ല. സിസ്റ്ററെ എന്റെ പേരൊക്കെ പറഞ്ഞു നിൽക്കും. പിന്നെ ഒരു പെൺകുട്ടി, നല്ല ഭംഗിയാണ് ഇവരെ കാണാൻ, വളരെ ഭംഗിയാണ്. അത്രയും നല്ലൊരു പെൺകുട്ടി സുന്ദരി. ഞാൻ അത് വളരെ റെയറായിട്ട് കണ്ടിട്ടില്ല, അത്ര നല്ല രസമാണ്. അപ്പൊ ഇവര് ചേട്ടനോട്, സിസ്റ്ററെ ഇവരാ കേട്ടോ സിസ്റ്റർ ഈ സിസ്റ്ററിന്റെ ശുശ്രൂഷയ്ക്ക് പാട്ട് പാടാൻ വരുന്നത്. അപ്പൊ ഞാൻ അടിപൊളി MSc സൈക്കോളജി പഠിക്കുകയാണ് ബോംബെയില്. അപ്പൊ ഞാൻ ഈ കുറച്ചൊക്കെ എന്നാ പാടാനാണാവോ എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു. അപ്പൊ ഞാൻ ശുശ്രൂഷയ്ക്ക് കയറുമ്പോ ഈ ചെറുപ്പക്കാരൻ ഇവനാണ് ഓർഗൻ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്തോലെ തന്നാലും നാദായോ അല്ലെങ്കിൽ വലിയ വലിയ പാട്ടുകളൊക്കെ ആയിരിക്കും പാടാൻ പോണേ. കർത്താവേ, ഞാൻ വചനം പറയാൻ നിൽക്കുന്നതിന് ഒരു സ്തുതിപ്പുണ്ടായിരുന്നു. ആ സ്തുതിപ്പ് മുഴുവൻ ലീഡ് ചെയ്തത് ഈ ചെറുപ്പക്കാരനും ഈ പെൺമള് കൊച്ചും കൂടിയാ. അവിടെ സ്വർഗം ഇറങ്ങി വന്നൊരു അഭിഷേകമായിരുന്നു. ആ ചേച്ചി അവരുടെ ഒപ്പം, ചേട്ടൻ അവരുടെ ഒപ്പം. ചേട്ടൻ ഇവിടെ, മകളിവിടെ, മകൻ ഇവിടെ, അമ്മ ഇവിടെ. ഇവര് 3-4 പേരും കൂടി ആ സ്റ്റേജിൽ നിന്ന്
10,000 പേര് വരുന്ന ആ സ്റ്റേജിൽ നിന്ന് വചനം ഇങ്ങനെ പറഞ്ഞ് പ്രൈസാവർഷിപ്പ് ചെയ്യുമ്പോൾ അഭിഷേകം കൊണ്ട് അവിടെ വന്ന സർവമാന മനുഷ്യരും കൃപ നിറയുന്നത് ഞാൻ കണ്ടു. പ്രിയപ്പെട്ടവര്, ഒരപ്പൻ, ആ മനുഷ്യന് വലിയൊരു ക്യാൻസറായി. ആ ക്യാൻസർ ഈശോ സുഖപ്പെടുത്തിയ അന്ന് തുടങ്ങിയതാണ് ഈ കുടുംബം യേശുവിന്റെ ഒപ്പം യാത്ര ചെയ്യാൻ. ഇന്ന് 26 വർഷങ്ങൾ പിന്നിട്ടു. അപ്പൊ ഓർത്ത് നോക്കണം, ആ കൊച്ചു കുഞ്ഞിന് ചെറുക്കൻ ഇപ്പൊ 29 വയസ്സേ ഉള്ളൂ ഓർത്താണ്. അപ്പൊ എപ്പൊ തുടങ്ങിയതായിരിക്കും? ആ കൊച്ചിന് എത്ര വയസ്സിൽ കൃപ കൊടുത്തുകൊണ്ട് തുടങ്ങിയതാണ്. നമുക്ക് സാധിക്കുകയല്ലേ? ഇത് സാധിക്കുകയല്ലേ? കർത്താവ് ഈ ഒരു കൃപ ഒരപ്പനും ഒരമ്മയും നടക്കണം. എനിക്ക് വലിയ അത്ഭുതമായി ആ കുടുംബത്തെ കണ്ടപ്പോ. അവരുടെ പ്രാർത്ഥന ഒരുമിച്ച്. അവിടെ വഴക്കുണ്ടാവോ? അവിടെ വഴക്കിന്റെ ആവശ്യമുണ്ടോ? ആ ചേട്ടൻ പറയാ, എന്റെ മോൾക്ക് വലിയ ആഗ്രഹമായിരുന്നു സിസ്റ്ററെ, ന്യൂസിലൻഡിൽ പോയി PG എടുക്കണം. അവൾ ഒറ്റ പ്രാവശ്യം ചെയ്യുന്നു, അവൾക്കത് കിട്ടി, ആഗ്രഹമാണ്. അപ്പോ ഞാൻ എന്റെ ഈശോയുടെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോ കർത്താവ് പറഞ്ഞു, ഇവിടെ വചനത്തിന് വേണ്ടി മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് വിട്ട ഇടയ്ക്കിടയ്ക്ക് വചനം പറയാൻ പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എന്റെ ഈ സന്ദേശം അവളോടൊന്ന് പറഞ്ഞേക്കാൻ ഈശോ എന്നോട് പറഞ്ഞു. ഞാൻ മോളോട് പറഞ്ഞു, മോളതേപടി അനുസരിച്ചു. അതേപടി ആ കൊച്ചനുസരിച്ചു. ആ കൊച്ച് എന്ത് പഠിക്കും, ചത്ത് കിടന്ന് പഠിക്കും. അപ്പൊ ഇന്നലെ ഞാൻ നമ്മുടെ തല കഴിച്ചു പ്രാർത്ഥനയ്ക്ക് വിഷയം പറയാ, എന്തോരം അവൾ പഠിക്കുന്നു അത്രയും ആൾക്കാർ. എന്റെ അമ്മ പറഞ്ഞു, എന്റെ പൊന്നു സിസ്റ്റർ രാത്രിയൊന്നും ഉറങ്ങുന്നില്ല, ആ പുസ്തകം മുഴുവൻ കാണപ്പെടും. 15-ാം തീയതി അവർക്ക് പരീക്ഷയാണ്. പുസ്തകം മുഴുവൻ കാണാപ്പാടമാണ്, അവക്കാണ് റാങ്ക്. അവൾ എന്ത് വായിക്കുന്നോ അത് മൊത്തം കർത്താവ് കൊടുക്കുവാണ്. ഒന്നിനും കുറവില്ലാത്ത ഒരു കുടുംബം ഞാൻ കണ്ടു. അവിടെ ദൈവകൃപ അധ്വാനിച്ചുകൊണ്ടേയിരിക്കുക. ആരാധ്വാനിക്കുന്നത് ദൈവകൃപയാണ്. അപ്പോൾ മാൾട്ട വായിക്കും. അപ്പോൾ ഞങ്ങൾ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ മാൾട്ട എന്ന ദ്വീപാണ് അതെന്ന് മനസ്സിലാക്കി. അടുത്ത വശം നിങ്ങൾ ഒരുമിച്ച് വയ്ക്കും. അപരിചിതരെങ്കിലും സ്ഥലവാസികൾ ഞങ്ങളോട് അസാധാരണമായ കാരുണ്യം കാണിച്ചു. മഴക്കാലം വന്നു ചേർന്നത് കൊണ്ടും തണുപ്പായത് കൊണ്ടും തീ കൂട്ടി ഞങ്ങളെ സ്വാഗതം ചെയ്തു. പൗലോസ് കുറെ ചുള്ളിക്കമ്പുകൾ പെറുക്കിയിട്ട് തീയിലിട്ടു. അപ്പോൾ ഒരണനി പാമ്പ് ചൂടേറ്റ് പുറത്ത് ചാടി അവന്റെ കയ്യിൽ ചുറ്റി. വിചാരണയുടെ മുമ്പിൽ ഭയപ്പെടാതെ റോമിലേക്ക് യാത്ര ചെയ്ത് കപ്പൽ നാശത്തെയും കൊടുങ്കാറ്റിനെയും അഭിമുഖീകരിച്ച് മാൾട്ട ദ്വീപിലെത്തിയ പൗലോസിന് മുമ്പിൽ മറ്റൊരു പ്രതിസന്ധി. എന്താണ്? കയ്യിൽ എന്താ ചുറ്റിയിരിക്കുന്നത്? അണലിപ്പാമ്പ് കയ്യിൽ കയറി ചുറ്റി പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ പാമ്പ് അവന്റെ കയ്യിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ട നാട്ടുകാർ എന്ത് പറഞ്ഞു? ഈ മനുഷ്യൻ കൊലപാതകയാണെന്നതിന് സംശയങ്ങളാണ്. അവന്റെ കൈകളിൽ എന്തുണ്ട്? അവിടുന്ന് പോന്നപ്പോൾ സമ്മാനം കൊടുത്തിട്ടുണ്ട്, ബലം കൊണ്ട്. ഇല്ലേ, തടവ് പുള്ളിയല്ലേ? ആണല്ലോ, തടവ് പുള്ളിയാണ്. അതുകൊണ്ട് അവരെന്ത് നിഗമിച്ചു? ഇവൻ കൊലപാതകയാണ്. മനുഷ്യരിങ്ങനെ എന്നെ കുറിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് കൃപയിൽ വരുമ്പോ എന്റെ കുടുംബത്തിൽ പ്രശ്നം വരും. ആളുകൾ എന്ത് പറയും? പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ നല്ല രീതിയല്ല. എവിടെയോ എന്തോ കുഴപ്പമുണ്ട്, ഒത്തിരി കഥകൾ ആളുകൾ എന്നെ കുറിച്ച് മെനയാൻ തുടങ്ങും. അവര് പറഞ്ഞിതാ, ഈ മനുഷ്യൻ ഒരു കൊലപാതകയാണതിന് സംശയമില്ല. അവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ജീവിക്കാൻ നീതി അവനെ അനുവദിക്കുന്നില്ല. പൗലോസ് ഇത് കണ്ട് പേടിച്ചു. അവൻ എന്ത് ചെയ്തു? അവൻ പാമ്പിനെ തീയിലേക്ക് കുടഞ്ഞിട്ടു. കയ്യിൽ ഒരു പാറ്റ വരുമ്പോ ഒറ്റയെറിഞ്ഞു. അതുപോലെ എറിഞ്ഞു. അവിടെ വേറെ വല്ലതും സംഭവിച്ചോ? ഇല്ല. ഇതുപോലുള്ള പ്രതിസന്ധികൾ കൃപ നിറഞ്ഞ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോ അവൻ ഭയപ്പെടാതെ എന്ത് ചെയ്തു? അതിനെ കുടഞ്ഞു കളഞ്ഞു. അല്ലത് കൈപ്പാട് പറ്റിയോ? ഒന്നും പറ്റിയില്ല. ഭയപ്പെടുന്ന ചില മേഖലകൾ വീണ്ടും എന്നെയും നിങ്ങളെയും തേടിയെത്തും. അപ്പോ അവൻ അതിനെ കുടഞ്ഞു കളഞ്ഞു. അവരെന്ത് പറഞ്ഞു? നീര് വന്ന് വീർക്കുമെന്നും പെട്ടെന്ന് വീട് മരിക്കുകയും ചെയ്യുമെന്ന് അവൻ വിചാരിച്ചു. ഏറെ നേരം കഴിഞ്ഞിട്ടും അവന് അത്യാഹിതമൊന്നും സംഭവിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവർ അഭിപ്രായം മാറ്റുകയും
അവനൊരു ഇതാണ് മനുഷ്യൻ. ഇതാണ് മനുഷ്യൻ. നമ്മൾക്ക് കുറവ് വരുമ്പോ അവരെന്ത് പറയും? കുറവ് വരുമ്പോ അവരെന്ത് പറയും? അവര് പാപം ചെയ്തു, മോശക്കാരൻ. നമ്മളൊരു അത്ഭുതം ചെയ്തു, അവരെന്ത് പറയും? അവരേറ്റവും നല്ല മനുഷ്യൻ, അല്ലെ? ഇങ്ങനെയല്ലേ ഇപ്പം വചന പ്രഘോഷകരെ കുറിച്ചും ഒക്കെ പറയും. ഒരു കുഞ്ഞു കുറവ് അവര് കാണുമ്പോ നമ്മളെന്ത് പറയും? അത്രയും നാളെ പറഞ്ഞ വചനം നമ്മൾ ഓർക്കോ? ഇല്ല. ഇത് മനുഷ്യൻ, ഇതാണ് മനുഷ്യന്റെ സ്വഭാവം. പക്ഷെ സ്വർഗം എന്താ കാണുന്നേ? സ്വർഗം എന്ത് കാണും? നമ്മുടെ ഹൃദയം കാണും. നമ്മുടെ ഹൃദയം കാണും. നമ്മുടെ ജീവിതത്തിൽ ഇവിടെ പൗലോസ്ലീഹായി കൃപ നിറഞ്ഞു നിന്നപ്പോ ഒന്നും അവനെ യേശിയില്ല, ഒന്നും യേശിയില്ല. പ്രതിസന്ധികൾ ഇല്ലാതെ വന്നില്ല, വന്നു എല്ലാ പ്രതിസന്ധികളും. ഒന്നും യേശിയില്ല. അവൻ റോമായിലെത്തി. അവിടെ യഹൂദരോട് എന്ത് പറഞ്ഞു? വചനം എന്താ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാ? യഹൂദരോട് വചനം പ്രഘോഷിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, പൗലോസ്ലീഹായുടെ ഈ ഒരു ജീവിതം എനിക്കും നിങ്ങൾക്ക് ലഭിക്കണം, കൃപ കിട്ടണം. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഒന്ന് എഴുന്നേറ്റ് നിന്ന് ബൈബിളൊക്കെ താഴെ വെച്ച് നമ്മൾ കൃപയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ബലഹീനതയുള്ള മേഖലകളെല്ലാം കർത്താവിലൂടെ ഏറ്റു പറയാൻ പോവാം. കാരണം ദൈവത്തിന്റെ ശക്തി പൂർവാധികം എന്നിൽ ആവസിക്കാൻ എന്റെ ബലഹീനതയെ കുറിച്ച് ഞാൻ കൂടുതലായി പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും ഒത്തിരി ഒത്തിരി ബലഹീനതകൾ എനിക്കും നിങ്ങൾക്കും ഒക്കെയുണ്ട്. ആ എന്നെ നിങ്ങളെ നോക്കി കർത്താവ് പറയും, നിനക്കെന്റെ കൃപകൾ. അപ്പോൾ എന്റെ ചങ്ങിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് പറഞ്ഞു, എന്റെ ബലഹീനത എത്ര വലുതാണെങ്കിലും ഇന്ന് എനിക്ക് എന്ത് കിട്ടും? കൃപ കിട്ടും. കൃപ ചോദിച്ചു നേടിക്കണം. സക്കറിയ 12:10 ഞാൻ ദാവീദ് ഭവനത്തിന്റെയും ജെറുസലേം നിവാസികളുടെയും മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ ഈ വചനം സക്കറിയ 12:10 ഈ ആലയത്തിൽ മാംസം ധരിക്കണം. ഞാൻ നിന്റെ മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. കർത്താവിന്റെ വചനം വീണ്ടും പറയും. യോഹന്നാൻ 1:14 വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നാം ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതുമായ ഏകജാതന്റേതായ മഹത്വം, യേശു ക്രിസ്തുവിന്റെ മഹത്വം, കൃപ നിറഞ്ഞ മഹത്വം നമ്മൾ അതേപടി ആവസിക്കാൻ, കൃപയുടെ മഹത്വം വെളിപ്പെടാൻ ആഗ്രഹിച്ച് കരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഒരേ മനസ്സ് പാട്ട് പാടി താളം കൊടുത്ത് കൈകളടിച്ച് എല്ലാ മക്കളും കണ്ണുകളൊക്കെ അടച്ചേക്കണം. നമുക്കറിയാം ഈ പാട്ട്, നമുക്കറിയാം. മതിമറന്ന് ആഹ്ലാദിച്ച് പാടാൻ പോവാം. ഇപ്പൊ ആഹ്ലാദിച്ച് പാടുമ്പോ ബലഹീനതയിൽ നീ ആഹ്ലാദിക്കുകയോ, ബലഹീനതയിൽ ആഹ്ലാദിച്ച് നീ പാടി പ്രാർത്ഥിക്കുമ്പോ നിന്നിലേക്ക് കർത്താവിന്റെ കൃപ നിറയും. പ്രിയപ്പെട്ട മക്കളെ, നിന്റെ വ്യക്തി ജീവിതത്തിൽ എന്തൊക്കെ ബലഹീനതകളുണ്ടോ അവിടെയെല്ലാം കൃപ നിറയാൻ പൗലോസ്ലീഹായെ പോലെ ദൈവകൃപ നിന്നിൽ അധ്വാനിക്കാൻ നീ ആഗ്രഹിച്ച് കരങ്ങളടിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം.
4-ാം അധ്യായം 6-ാമത്തെ വചനം. ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ദൈവം കൃപ ചൊരിയുന്നു, അവിടുന്ന് കൃപാവരം ചൊരിയുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യും. കൃപ ആർക്ക് കിട്ടും? ആർക്ക് കിട്ടും? എളിമയുള്ളവർക്ക്. എളിമയുള്ളവർക്ക് ബലഹീനതയുണ്ടെന്ന് സമ്മതിക്കാൻ പറ്റും. ആണോ? ആണോ? കുറവുണ്ടെന്ന് സമ്മതിക്കണം. അവർക്ക് എന്ത് വേണം? എളിമ വേണം. അപ്പോ ഈ വചനം എന്ന് പറയണം, ദൈവം കൃപ ചൊരിയുന്നു, അതുകൊണ്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പൊ കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ച്, കർത്താവേ, എനിക്ക് എളിമ വേണം, എനിക്ക് എളിമ തരണം കർത്താവേ. കൃപാവരം മുഴുവൻ സ്വന്തമാക്കാൻ എളിമ തരണമേ. എനിക്കില്ലാത്തതൊക്കെ എല്ലാം ഏറ്റു പറയാം കർത്താവേ. ഞാൻ ആയിരിക്കുന്ന അവസ്ഥ ഏറ്റു പറയാൻ. മക്കളെ, കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഈശോടത് പറയണം, പൗലോസ്ലീഹായ പോലെ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപ അധ്വാനിച്ചെന്ന് ലോക സമക്ഷം വിളിച്ചു പറയാൻ തക്ക വിധത്തിൽ ഹൃദയത്തിൽ അഗാധമായ എളിമ തരണമേന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞാനല്ല കർത്താവേ, നിന്റെ വലിയ കൃപയാണ് കർത്താവെ അധ്വാനിക്കുന്നത്. ഞാൻ ജീവിച്ചിരിക്കുന്നത് പോലും നിന്റെ കൃപയാണ് കർത്താവേ. ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പോലും നിന്റെ കൃപയാണ് കർത്താവേ. നിന്റെ കൃപയാണ് നിന്റെ അധ്വാനിക്കുന്നത്. അപ്പാ, ശക്തമായി കരങ്ങൾ ഉയർത്തി സ്തുതിച്ചു പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കൃപാവരം വെളിപ്പെടുത്ത കർത്താവേ, കൃപ നിറയട്ടെ കർത്താവേ, കൃപ നിറയട്ടെ, കൃപ നിറയട്ടെ, കൃപാവരങ്ങൾ വെളിപ്പെടട്ടെ. ഈശോ, 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 ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, യേശുവേ നന്ദി. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്തുതി. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കിരിക്കാം. പ്രിയപ്പെട്ടവരെ, കൃപ നിറഞ്ഞു നിൽക്കുമ്പോൾ ഈശോ ഒരു അനുഗ്രഹം തന്നാൽ അത് നമ്മുടേതായി മാറുമോ? മാറുമോ? ഈശോ ഒരു അനുഗ്രഹം. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയാം. എന്നെ ഈശോ പഠിപ്പിച്ചൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഞാൻ മഠത്തിലേക്ക് ഒരു കുടുംബം വരുവാണ്. അവര് പറഞ്ഞു, എന്ത് പറഞ്ഞാലും ശരി വരും, വന്നേ പറ്റൂ, ഞങ്ങൾ വന്ന് കാണും. അപ്പോ ഞാൻ പറഞ്ഞു, ചേച്ചി സമയമില്ല. അവര് പറഞ്ഞു, സിസ്റ്ററെ കാണാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ദുബായിൽ നിന്ന് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ വരും. ഞാൻ പറഞ്ഞു, ശരി വാ. അവര് വന്നപ്പോ അപ്പനും അമ്മയും മോനും മോളുമാണ്. മോന് കൈ ഇങ്ങനെ ഒരു ഭാഗം പണിത് കാലം ശോഷിച്ചു പോയി. കൈ ഒട്ടും പറ്റില്ല, കാലൊരു ശകലമൊക്കെ നടക്കും. അങ്ങനെയാണ് മോൻ. മോള് ഉണ്ട്. കൊച്ചു അത്യാവശ്യം നന്നായിട്ട് പഠിച്ച് ഡിഗ്രി PG ഒക്കെ കഴിഞ്ഞ കൊച്ചാണ്. അപ്പൊ ഈ ചേച്ചി എന്നെ കണ്ടപ്പോൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് കരയുവാണ്, സിസ്റ്ററെ ഒത്തിരി നന്ദിയുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ചേച്ചി എന്തിനാ? എനിക്ക് നിങ്ങളെ അറിയത്ത് പോലുമില്ല, ഞാൻ നിങ്ങളെ കണ്ടിട്ട് പോലുമില്ല, എനിക്ക് അറിയത്തില്ല. ഉടനെ ചേച്ചി പറഞ്ഞു, സിസ്റ്റർ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, ഞങ്ങളുടെ ഈ മോൻ എന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് സിസ്റ്റർ പറഞ്ഞ ഒരു കാര്യം കൊണ്ടാണ്. അപ്പൊ ഞാൻ എന്താ ചേച്ചി? ചേച്ചി പറഞ്ഞു, ഞങ്ങളുടെ മോന് ക്യാൻസറായി എല്ലാ ഡോക്ടർമാരും കൈവിട്ടു. ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും പ്രാർത്ഥിച്ചു, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിച്ചു, ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. പക്ഷേ അവന്റെ ജീവിതത്തിന് രക്ഷയൊന്നുമില്ല, അവൻ മരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്ലഡ് കൗണ്ട്ലെസ് ആണ്. നമുക്കറിയാം, ബ്ലഡ് ക്യാൻസർ ആണെങ്കിൽ അതങ്ങനെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഓരോ ദിവസം ചെല്ലുന്നത് ഇങ്ങനെ കൂടി വരുവാണ്. അപ്പൊ ഈ കൊച്ചിന് ഭയങ്കര കൃപയുള്ള കൊച്ചായി,
ഇവനെനിക്ക് തോന്നിപ്പോ ഒരു 23 വയസ്സിൽ എന്തായാലും ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു ചിന്ത. നല്ല ആചാരമുള്ള ഒരു കൊച്ച. അപ്പോ ഇവന്റെ പെങ്ങള് എങ്ങനെയോ എവിടുന്നോ നമ്പർ കിട്ടി. എനിക്ക് മാസങ്ങൾക്ക് മുമ്പ് എനിക്കൊരു മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഇവന് വയ്യ, ഇവന് പറ്റില്ല എന്നുള്ളത്. അപ്പോ ഞാൻ തിരിച്ചൊരു മറുപടി അയച്ചോളൂ, അവരോട് പറയണം 14 ദിവസം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കുർബാന സ്വീകരിക്കണം. അപ്പൊ ഇവര് തിരിച്ചു മറുപടി ഒന്നും എന്നോട് പറഞ്ഞില്ല. യെസ്ന്നോ നോന്നോ ഒന്നും പറഞ്ഞില്ല. അത്രയും മാത്രം പറഞ്ഞേ എനിക്ക് ഓർമ്മയുള്ളൂ. ഈ ചേച്ചിയോട് പറയാണ്, സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞില്ലേ 14 ദിവസം കുർബാന സ്വീകരിക്കാൻ. ഞങ്ങൾ ഓർത്തഡോക്സുകാരാ സിസ്റ്ററെ, ഞങ്ങളുടെ പള്ളിയിൽ എല്ലാ ദിവസവും കുർബാനയില്ല. അപ്പോ ഇങ്ങനെ ഒരു സന്ദേശം കിട്ടിയപ്പോ അവസാന കച്ചിത്തുരു വന്നതുപോലെ അവര് കുർബാനയ്ക്ക് പോവാ. എൻ്റെ മകളും അപ്പനും വന്നില്ലേലും എൻ്റെ മോൻ പോകും, അവനും ഞാനും പോകും. എവിടെ പോകും? കത്തോലിക്ക പള്ളിയിൽ പോയി കുർബാന കൂടും. ഓർത്തഡോക്സുകാർക്ക് എൻ്റെ ഒരു അറിവനുസരിച്ച് നമ്മുടെ പള്ളിയിൽ കുർബാന സ്വീകരിക്കാൻ പറ്റത്തില്ല. അപ്പോ 14 ദിവസവും അവര് കത്തോലിക്ക പള്ളിയിൽ അതിൻ്റെ ഇടയ്ക്ക് ഒരു വെള്ളിയുണ്ട്, ഒരു ഞായറുണ്ട്. ഈ 2 ദിവസം അവരുടെ പള്ളി കുർബാന കൊടുക്കും. ബാക്കി എല്ലാ ദിവസവും നമ്മുടെ പള്ളി വന്ന് കുർബാന പങ്കുകൊള്ളും. ഈ 2 ദിവസം അവിടെ പോയി കുർബാനയിൽ സ്വീകരിച്ചു. ഇപ്പോ 9ാം ദിവസം കഴിഞ്ഞപ്പോ മകൻ രാവിലെ എഴുന്നേൽക്കുമ്പോ ഒരു സ്ത്രീ ശബ്ദം ചെവിയിൽ കേൾക്കുകയാണ്. ഈ ചെറുപ്പം കൊച്ച് രാവിലെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഒരു സ്ത്രീ ശബ്ദം അവന്റെ ചെവിയിൽ കേൾക്കുകയാണ്. ശബ്ദം ഇതാണ്: നിന്റെ രോഗം മുഴുവൻ ഭേദമായിരിക്കുന്നു, ഇന്ന് ഡോക്ടറിന്റെ അടുത്ത് പോകണം. ഉടനെ അവൻ ബാത്റൂമിൽ പോലും കയറാൻ നിൽക്കാതെ എന്നോട് അവർ പറഞ്ഞതാണ് കേട്ടോ ഞാൻ പറയുക. അവൻ ഓടിച്ചെന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ ഒരു സ്ത്രീ, ആരായിരിക്കും ആ സ്ത്രീ? ആരായിരിക്കും? കൃപയുള്ള അമ്മ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു ഇന്ന് ആശുപത്രി പോകണമെന്ന്, ഞാൻ ഇപ്പോൾ റെഡിയാകും, നമ്മൾ ആശുപത്രിയിൽ പോവുകയാണ്. ഉടനെ അമ്മയും അപ്പനും ഒക്കെ അന്തകത്ത് നിൽക്കുകയാണ്. വലിയ ക്യാൻസറാണ് മോന്. അവന് മനസ്സിന്റെ സമ്മതം തെറ്റിയെന്ന് പോലും അവർ ചിന്തിച്ചു. പക്ഷേ അവരാ കുഞ്ഞിനെ കൂട്ടി ഹോസ്പിറ്റലിൽ ചെന്ന് ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ രോഗത്തിന്റെ ഒരു തരിമ്പ് പോലും ഇല്ല. രോഗാണുക്കളൊന്നുമില്ലാതെ പൂർണ്ണ സൗഖ്യം കിട്ടിയപ്പോൾ അവർ വന്നതാണ് ഒന്ന് കാണാൻ. ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇത് ഞാനല്ല, കാരണം എനിക്ക് അവരെ കുറിച്ച് ഓർമ്മ പോലുമില്ല. ഈശോ പറഞ്ഞൊരു കുഞ്ഞ് സന്ദേശം പങ്കുവെച്ചതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ബോധ്യമാണ് ഇത് നമ്മൾ ചെയ്തതാണോ? ആണോ? അല്ല. ഈശോയ്ക്ക് വേണ്ടി നിൽക്കുമ്പോ അവന്റെ കൃപ ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ടേയിരിക്കും. ഒന്നല്ല, ഒത്തിരി അനുഭവങ്ങൾ എന്റെ കൺമുമ്പിലുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്ന് ആ കുടുംബം അതിനുശേഷം ആ ചേച്ചിയോട് പറയാം, ആ ഒരു അനുഭവത്തിന് ശേഷം ഈ മകനോട് എപ്പോഴും കർത്താവ് സംസാരിക്കും. അതാണ് നമുക്ക് ആ ഒരു ദൈവത്തിന്റെ വലിയൊരു അനുഭവം വരും. പിന്നെ കൃപ നയിക്കാൻ തുടങ്ങി, കുടുംബത്തെ മൊത്തം കൃപ നയിക്കാൻ തുടങ്ങി. കർത്താവ് സംസാരിക്കും. കുഞ്ഞു കാര്യം പോലും. അന്ന് ഇവർ എന്നെ വളർത്തിയെന്ന് പോകുന്ന ഏകദേശം ഒരു 10 മണി വായിക്കാണ്. അപ്പൊ എനിക്ക് ഇവരുടെ ഫോണൊന്നും എൻ്റെ കയ്യിലില്ല. ഇവരവിടെ എപ്പോൾ എത്തും, കാരണം അങ്ങനെ വന്നിരിക്കുന്നത് തൃശ്ശൂർ എടുത്തുനിന്നാണ് വന്നിരിക്കുന്നത്. ഇവരവിടെ എത്തുമ്പോൾ ഒത്തിരി സമയമാകും. എന്നാൽ ഈ ചേട്ടൻ വണ്ടി ഓടിക്കാൻ അധികം പ്രാക്ടീസ് ഇല്ല. എനിക്ക് നല്ല ടെൻഷനാകാത്ത രാത്രി എങ്ങനെ എത്തും എന്നൊക്കെ ഒരു പേടിയുണ്ട്. അപ്പൊ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, അവിടെ ചെല്ലുമ്പോൾ അവരൊരു മെസ്സേജ് എനിക്ക് അയക്കണം, എത്തിയെന്ന് പറയും. അത്രയേ ഉള്ളൂ എനിക്കൊരു ചിന്ത. അപ്പോ പിറ്റേ ദിവസം രാവിലെ എനിക്ക് ചേച്ചിയുടെ മെസ്സേജ്, രാവിലെയാണ് ഞാൻ മെസ്സേജ് വായിക്കുക. രാത്രി 12:30 കഴിഞ്ഞപ്പോ എനിക്കൊരു മെസ്സേജ് ഉണ്ട് ചേച്ചിയുടെ. സിസ്റ്ററെ, ഇവിടെ വരുമ്പോ എന്റെ മോൻ പറയുക, അമ്മേ എന്റെ മനസ്സിൽ ആരോ പറഞ്ഞുകൊണ്ടിരിക്കുക, സിസ്റ്ററിൽ ഒരു മെസ്സേജ് അയച്ചേ, നമ്മൾ ഇവിടെ എത്തിയെന്ന് മാത്രം ഒരു മെസ്സേജ് അയക്കും. അങ്ങനെ എന്റെ മോൻ പറഞ്ഞു. അതുകൊണ്ട് അവർക്ക് സിസ്റ്റർ ഈ മെസ്സേജ് അയക്കുന്ന ശല്യമായിട്ട് വിചാരിക്കരുത്. അപ്പൊ ഞാൻ ചേച്ചിക്ക് മെസ്സേജ് അയച്ചു. ഇന്നലെ ഈശോ എന്നോട് പറഞ്ഞു, ഈശോയോട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമോ അവര് ചെല്ലുമ്പോൾ ഒരു മെസ്സേജ് അയക്കണേ. അപ്പോൾ അത് ചേച്ചിയിലൂടെയല്ല സംസാരിച്ച്, ആരിലൂടെ കർത്താവ് സംസാരിച്ചു? മകനിലൂടെ സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു അനുഗ്രഹം, ഒരു കൃപ നമ്മളെ തേടി വരുമ്പോൾ ആ കൃപ പിന്നെ എന്ത് ചെയ്യുന്ന ഞാൻ നിങ്ങളോട് പറഞ്ഞേ, കൃപ നിങ്ങളോട് സംസാരിക്കും. ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞത്? പൗലോസ്ലീഹായോട് കൃപ സംസാരിച്ചു. ഭയപ്പെടുന്ന മേഖല കടന്നു വന്നപ്പോ ധൈര്യപൂർവ്വം നിന്നു.
കുർബാനയിലേക്ക് കൂടി ഇത് പറഞ്ഞു വെക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, ഏറ്റവും വലിയ കൃപ ഒഴുകുന്ന സ്ഥലം എവിടെയാ? വിശുദ്ധ കുർബാന. കൃപാവരത്തിന്റെ ഉറവിടം ബലിപീഠം. ആ ബലിപീഠത്തിൽ നിന്നപ്പോ ആ മകനോട് ഈശോ സംസാരിക്കാൻ തുടങ്ങി. ആ മകനോട് ഈശോ സംസാരിക്കുവാണ്. ആ കൊച്ചിന് സ്വന്തമായിട്ട് തന്നെ പരീക്ഷ എഴുതില്ലായിരുന്നു. ഇപ്പൊ അവൻ തന്നെ പരീക്ഷ എഴുതി. അതൊക്കെ അപ്പം എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുക. ഈ കൈ അത്രയും നമുക്ക് കാണുമ്പോൾ തന്നെ ശോഷിച്ചു പോയ കൈയാണ്. ഇപ്പൊ അവൻ തന്നെ അക്ഷരം ശരിക്കില്ല, പക്ഷേ ഈ 23 വയസ്സായ കൊച്ച് തന്നെ കൈകൊണ്ട് പരീക്ഷ എഴുതാൻ തുടങ്ങി. ആരും തന്നെ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ടല്ല. കൃപ ഇങ്ങനെ വളരും. ഒരു ധ്യാനം കൂടുമ്പോൾ ഒരു വലിയ കൃപ സ്വതരും. ആ കൃപയിൽ വളരണം, അത് കളയരുത്. ആ കൃപയിൽ വളരുമ്പോഴാണ് അഭിഷേകവും അനുഗ്രഹവും ഒക്കെ നമ്മളെ തേടി വരിക. പ്രിയപ്പെട്ടവരെ, ഇനി വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു കൊച്ചു കാര്യം കൂടി പറഞ്ഞ് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കും. അപ്പോ വിശുദ്ധ ഗ്രന്ഥത്തിൽ മക്കമാരുടെ രണ്ടാമത്തെ പുസ്തകം 11-ാം അധ്യായം. അവിടെ കൃപാലുവായ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച യഹൂദ ജനതയെ നാം കാണുകയാണ്. 2 മക്കമാരുടെ പുസ്തകം 11-ാം അധ്യായം. എന്താണ് ഇതിന്റെ ഹെഡിങ്? ലിസിയാസിന്റെ പരാജയം. ലിസിയാസ് എന്ന് പറയുന്ന രാജാവ്. ലിസിയാസ് രാജാവായിരിക്കുമ്പോൾ ഈ ലിസിയാസിന് യഹൂദ ജനതയെ കുറിച്ച് വലിയ അറിവ് കിട്ടുകയാണ്. കാരണം ഇവർക്ക് എതിരെ ആര് പാണയമടിച്ചാലും അവരെ കർത്താവ് രക്ഷിക്കും. അപ്പൊ അവർ ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കും. അതാണ് തൊട്ട് മുമ്പത്തെ 10-ാമത്തെ അധ്യായത്തില് 38-ാമത്തെ വചനം. അനന്തരം അവൻ ഇസ്രായേലിനോട് വലിയ ദയ കാണിക്കുകയും തങ്ങൾക്ക് വിജയം നൽകിയ കർത്താവിനെ കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ വാഴ്ത്തുകയും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത വചനം 11-ാമത്തെ അധ്യായം വായിക്കും. ഈ സംഭവങ്ങൾ രാജാവിന്റെ രക്ഷകർത്താവും ചാർച്ചക്കാരനും ഭരണ ചുമതല വഹിച്ചവരുമായ ലിസിയാസിനെ അമർഷം കൊള്ളിച്ചു. അവൻ ന്യായാധിപനാണ്. അവൻ ഉടനെ വായിച്ചു 80,000 പടയാളികളെയും കുതിരപ്പട മുഴുവനെയും ശേഖരിച്ച് യഹൂദർക്കെതിരെ നീങ്ങി. അവരെ കർത്താവിനെ കൃപയോടെ നയിച്ചുകൊണ്ടിരിക്കുമ്പോ ഇത് കേട്ട് അമർഷം കൊണ്ട ലിസിയാസ് 80,000 പടയാളികളെയും കുതിരപ്പട മുഴുവനും, ഇനി ഇല്ല ആലോചിച്ചൊരു കുതിരപ്പട മുഴുവനും ശേഖരിച്ച് ആർക്കെതിരെ നീങ്ങി? യഹൂദർക്കെതിരെ നീങ്ങി. അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? നഗരത്തെ ഗ്രീക്ക് അധിനിവേശമാക്കി മാറ്റുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. മറ്റു ജനങ്ങളുടെ ക്ഷേത്രങ്ങൾ കണ്ടതുപോലെ അവരുടെ ദേവാലയത്തിനും നികുതി ചുമത്താനും പ്രധാന പുരോഹിത സ്ഥാനം ആണ്ടുതോറും വിൽപ്പനയ്ക്ക് വയ്ക്കാനും അവർ ഉദ്ദേശിച്ചു. ഈ ലിസിയാസിന് 2 ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ദേശം ഗ്രീക്കുവൽക്കരിക്കുക. രണ്ടാമത്തെ കാര്യം, യഹൂദ ജനതയുടെ ദേവാലയം പിടിച്ചടക്കണം, നികുതി ചുമത്തണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ കർത്താവിന്റെ കൃപ നിറഞ്ഞു നിൽക്കുന്ന ദേവാലയമാണ് യഹൂദ ജനതയുടെ ശക്തി. അത് പിടിച്ചടക്കിയാൽ കൃപ നഷ്ടപ്പെടുവർക്ക്. അപ്പോൾ ഇവര് ഇതിനു വേണ്ടിയിട്ടാണ്, ഇവരെ നയിക്കുന്ന കർത്താവാണെന്ന് ലിസിയാസ് തിരിച്ചറിയും. ഇതവര് കയറി പിടിച്ചടക്കി അശുദ്ധമാക്കുമ്പോൾ ദേവാലയം അശുദ്ധമായ ദൈവസാന്നിധ്യം എവിടെ ഉണ്ടോ? ഇല്ല, അശുദ്ധി നിറയുമ്പോൾ. അപ്പൊ അതാണ് ഇവരുടെ പ്ലാൻ. അതായത് കൃപ നിറഞ്ഞു നിൽക്കുന്ന ആലയം അശുദ്ധമാക്കുക, ജനത്തെ ഗ്രീക്കുവൽക്കരിക്കുക, വിശ്വാസം തള്ളിക്കളയുക, അതാണ് ലക്ഷ്യം. അപ്പോൾ വചനം പറയാൻ ലിസിയാസ്, വചനം വായിച്ച 4-ാമത്തെ വചനം, ലിസിയാസ് ദൈവശക്തിയെ തൃണവൽക്കരിച്ചു എന്ന് മാത്രമല്ല 10,000-കണക്കിനുള്ള കാലാൽ പടയാളികളുടെയും 1000-കണക്കിനുള്ള കുതിരാൽ പടയാളികളുടെയും 80 ആനകളുടെയും ബലത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് അഹങ്കരിച്ചു. അഹങ്കാരമുള്ളവർക്ക് എന്തില്ല? കൃപയില്ല. ഓർമ്മയുണ്ടോ? ദൈവം കൃപ നൽകി. ചുമ്മാ വായിച്ച വചനം യാക്കോബ് 4:6 വചനം. ദൈവം കൃപാവരം ചൊരിയുന്നു. അതുകൊണ്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് എന്ത് നൽകും? കൃപ നൽകുകയും ചെയ്യുന്നത്. വായിച്ചത് കേട്ടായിരുന്നോ? കേട്ടു. അപ്പോൾ ഇവിടെ ലിസിയാസിന് കൃപയുണ്ടോ? ഇല്ല. ഉണ്ടോ? എഴുതി വെച്ചിരിക്കുന്നത് അവൻ അഹങ്കരിച്ചിരിക്കുന്നു. അവൻ ആരിൽ വിശ്വസിച്ചു? കുതിരപ്പടയാളിയിലും പിന്നെ
പോയി. കാലാൾപ്പടയാളുകളിലും പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിച്ചു. ബൈബിളില്ലാത്ത ഇടവകയാണ് മാറിയെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ട്, അധികം ചേട്ടന്മാർക്ക് ബൈബിൾ ഇല്ലാത്തത് കൊണ്ടും ഞാൻ പിന്നെ കൂടുതൽ പറയുന്നില്ല. പണ്ടൊരിക്കൽ പറഞ്ഞാൽ നീ ഇവിടെ വരുമ്പോൾ ബൈബിൾ കൊണ്ടുവരണമെന്ന് ഞാൻ പറയില്ല, ഇനി പറയില്ല. ഒരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഇനി പറയില്ല. ഇനി എപ്പോഴെങ്കിലും നാണം എന്ന് പറയുന്ന ഒരു സംഭവം ആർക്കെങ്കിലും വന്നാൽ തന്നെ എടുത്തോണ്ട് വന്നാൽ മതി, അതുവരെ ഇനി ബൈബിളിനെ കുറിച്ച് പറയില്ല. അപ്പോ അവർ ഇപ്പൊ ചിലർക്കൊക്കെ ഇത് ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് വായിക്കാനുള്ള ചിലർക്കൊക്കെ ഒരു ആകാംക്ഷയുണ്ട്. അതുകൊണ്ട് കൊണ്ടുവന്നിട്ട് ഉറക്കെ വായിച്ചു. അവർ യൂദയായിൽ കടന്ന്, ഉറക്കെ വായിക്കും, ജെറുസലേമിൽ, നിങ്ങൾ ഒച്ച കേട്ട് അവരെ നാണം കേട്ടോട്ടെ, ജെറുസലേമിൽ നിന്ന് ഏകദേശം 20 മൈൽ അകലെ സ്ഥിതി ചെയ്യുന്നതും കോട്ടയാൽ ബലിഷ്ഠവുമായ ബേത്സൂറിലെത്തി അതിനെ ശക്തമായി ആക്രമിച്ചു. ലിസിയാസ് കോട്ടകൾ ആക്രമിക്കുന്നതായി മക്കബേയൂസിനും അനുയായികൾക്കും അറിവ് കിട്ടി. എന്താണ് അവർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്? കോട്ടയാണ്. കോട്ട, സംരക്ഷണ കവചം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സംരക്ഷണ കവചം ശരിക്കും ആരാണ്? പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു, ആരാണ് എന്റെ ജീവിതത്തിന്റെ കോട്ട? ആരാണ് എന്റെ ജീവിതത്തിന്റെ കോട്ടയെന്നാ പറഞ്ഞേ? കർത്താവ്. 125 സങ്കീർത്തനം പറഞ്ഞത് വല്ല ഓർക്കുന്നുണ്ടോ? കർത്താവ് ജനത്തിന്റെ കോട്ട. ഇവിടെ മക്കബേയൂസിനും കൂട്ടർക്കും ആര് കോട്ടയായിട്ടുണ്ട്? കർത്താവ് കോട്ടയായിട്ടുണ്ട്. ഭൗതിക കോട്ട ലിസിയാസൊക്കെ വന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോ അവർക്ക് അറിവ് കിട്ടി. ഇനിയാണ് ശ്രദ്ധിക്കുന്നത്, വായിക്കും. ഉടനെ അവരും ജനവും ഒരുമിച്ച് ഇസ്രായേലിനെ രക്ഷിക്കാൻ ഒരു ഉത്തമ ദൂതനെ അയച്ചു തരണേ എന്ന് കണ്ണീരോടും വിലാപത്തോടും കൂടെ ആരോട് ചോദിച്ചു? കാലാൾപ്പടയാളെ കൂട്ടണമെന്നാണ് പറഞ്ഞേ? ആണോ? അല്ല, കുതിരപ്പടയെ കൂട്ടണമെന്നാണ് പറഞ്ഞേ? പിന്നെ ഞങ്ങൾക്ക് ആരെ വേണം? ഒരു ദൂതനെ അയക്കണം. കാരണം നമുക്ക് ശക്തിയുണ്ടോ? അവർക്ക് മനസ്സിലായി അവർക്ക് തന്നെ ഇതിനെ പടവെട്ടാൻ പറ്റില്ല. അപ്പൊ കർത്താവ് എന്ത് ചെയ്യണം? ഒരു ഉത്തമ ദൂതനെ അയക്കണം. അതിനെന്ത് ചെയ്തവര്? കണ്ണീരോടും വിലാപത്തോടും. ശക്തിയില്ലെന്ന് തോന്നുമ്പോഴേ നമുക്ക് എന്ത് വരുള്ളൂ? എന്ത് വരുള്ളൂ? കണ്ണുനീര് വരുള്ളൂ, വിലാപങ്ങൾ ഉണ്ടാകുള്ളൂ. ശക്തിയില്ലെന്ന് തോന്നുമ്പോ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ചില ജീവിതങ്ങൾ മരണക്കിടക്കിയിൽ പ്രിയപ്പെട്ടവർ കിടക്കുമ്പോ തനിയെ കണ്ണീര് വരില്ലേ? കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ഇനി ആർക്കേ ശക്തിയുള്ളൂ? കർത്താവിന്. അവരുടെ കണ്ണുനീര് ആര് കാണും? കർത്താവ് കാണും. വചനം വായിച്ചു. ആദ്യം ആയുധമെടുത്തത് മക്കബേയൂസാണ്. അവരുടെ കയ്യിൽ വലിയ ആയുധങ്ങളൊന്നുമില്ല. ഒരായുധം മക്കബേയൂസ് എടുത്തു. സഹോദരന്മാരെ സഹായിക്കാൻ വേണ്ടി തന്നോടൊത്ത് ജീവൻ പണയം വെച്ച് പോരാടാൻ അവൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ ഇവരുടെ മറ്റൊരു പ്രത്യേകത, ഇവർ ഐക്യത്തില് എല്ലാവരും പറഞ്ഞു മറ്റൊരാൾക്ക് വേണ്ടി നീ ജീവൻ കളയണം. കൃപ നിറഞ്ഞു നിൽക്കുമ്പോ കർത്താവ് എന്താ പറഞ്ഞേ? സ്നേഹത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയൊരു സ്നേഹമില്ല. കൃപയായ ഈശോ പറഞ്ഞു വെച്ചു. മക്കബേയൂസ് അവരോട് എന്ത് പറഞ്ഞു? നിന്റെ സഹോദരനെ വേണ്ടി ജീവൻ പണയം വെക്കാൻ നീ തയ്യാറാവാൻ. അങ്ങനെ പറഞ്ഞു. ഉടനെ സഹോദരന്മാരെ സഹായിക്കാൻ തന്നോടൊത്ത് ജീവൻ പണയം വെച്ച് പോരാടാൻ അവർ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു. പിന്നെ അവർ ഒറ്റക്കെട്ട്, എങ്ങനെയാണ്? ഒറ്റക്കെട്ടായി കുതിച്ചു പാഞ്ഞു. ജെറുസലേമിൽ നിന്ന് അകലുന്നതിന് മുൻപേ ധവള വസ്ത്രധാരിയായ ഒരാശ്വാരൂഢൻ സ്വർണ്ണായുധങ്ങൾ ചുഴറ്റിക്കൊണ്ട് തങ്ങളുടെ മുൻപേ നീങ്ങുന്നത് അവർ കണ്ടു. അവരാരെ അയച്ചു തരണമെന്നായിരുന്നു പറഞ്ഞേ? ഒരു ഉത്തമ ദൂതനെ അയക്കണമെന്ന് കണ്ണീരോടും വിലാപത്തോടും കൂടെ ബലഹീനതയിൽ ദൈവജനം പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ഒന്നുകൂടെ വായിച്ചേ. അവർ അകലുന്നതിന് മുമ്പ് ധവള വസ്ത്രധാരിയായ ഒരാശ്വാരൂഢൻ സ്വർണ്ണായുധങ്ങൾ ചുഴറ്റിക്കൊണ്ട് തങ്ങളുടെ മുൻപേ നീങ്ങുന്നത് അവർ കണ്ടു. അവർ കൃപാലുവായ ദൈവത്തെ, വായിച്ചോണം, അവർ കൃപാലുവായ ദൈവത്തെ ഏക സ്വരത്തിൽ സ്തുതിച്ചു. അപ്പോൾ ഈ അശ്വാരൂഢനെ കണ്ടപ്പോൾ അവിടെ നിനക്ക് ദൂത തൊടട്ടെ എന്നാണോ പറഞ്ഞത്? ആണോ? അവരാരെ സ്തുതിച്ചു? പിന്നെ അവർ ആയുധം എടുത്ത് പോരാടിയോ? പിന്നെ അവരെന്ത് ചെയ്തു? അവര് പിന്നെ സ്തുതി ആരംഭിച്ചു. മനുഷ്യരെ മാത്രമല്ല, അവര് ശ്രദ്ധിക്കണം, മനുഷ്യരെ മാത്രമല്ല ഘോരമൃഗങ്ങളെയും ഉരുക്കു കോട്ടകളെയും ആക്രമിക്കാൻ തക്ക
തക്ക മനോധൈര്യം അവർക്ക് ലഭിച്ചു. ഞാൻ എന്ത് പറഞ്ഞാലും കൃപ എന്ത് തരും? കൃപ എന്ത് തരും? അപ്പോസ്തലർ 26 കൃപ എന്ത് തരും? ധൈര്യം തരും. തരുവോ? ഇവിടെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? പക്ഷെ ഒന്നുകൂടെ വായിച്ചേ. അവർക്ക് പാലുവായ ദൈവത്തെ ഏകസ്വരത്തിൽ സ്തുതിച്ചു. അടുത്ത വചനം, മനുഷ്യരെ മാത്രമല്ല ഘോരമൃഗങ്ങളെയും ഉരുക്കുകോട്ടകളെയും ആക്രമിക്കാൻ തക്ക മനോധൈര്യം ലഭിച്ചു. അടുത്ത വചനം, കർത്താവിന്റെ കൃപാകടാശമുണ്ടായിരുന്നതിനാൽ സ്വർഗീയ സഹായകരോടൊപ്പം യുദ്ധസന്നദ്ധരായി അവർ മുന്നേറി ശത്രുക്കളുടെ മേൽ എങ്ങനെ ചാടി വീണേ? സിംഹങ്ങളെ പോലെ ചാടി വീണു. ധൈര്യം കിട്ടി. പിന്നെ അവര് പ്രവർത്തിക്കാൻ തുടങ്ങി. സിംഹങ്ങളെ പോലെ ചാടി വീണ് 11,000 കാലാൾപ്പടയാളികളെയും 1,600 കുതിരപ്പടയാളികളെയും അവർ വധിച്ചു. അവശേഷിച്ചവരെ പലായനം ചെയ്തു. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ മുഴുവൻ സമർപ്പിച്ച് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കൃപ ധൈര്യം തരും, കൃപ സംസാരിക്കും. ഇനി ഒറ്റ കാര്യം, കൃപ പ്രവർത്തിക്കും. എന്തൊക്കെ കാര്യങ്ങൾ കൃപ ചെയ്യാൻ പോണേ? കൃപ ധൈര്യം തരും, കൃപ സംസാരിക്കും, കൃപ പ്രവർത്തിക്കും. വേണോ? കൃപ പ്രവർത്തിക്കണോ? വേണോ? അപ്പൊ കൃപയ്ക്ക് വേണ്ടി ചോദിച്ചു പ്രാർത്ഥിക്കണം. അതാണ് പൗലോസ് പറഞ്ഞത്, മറ്റാരെക്കാൾ ഞാൻ അധ്വാനിച്ചു. ആരാണ് അധ്വാനിച്ചത്? ആരധ്വാനിച്ചു? കൃപ അധ്വാനിച്ചു. നമ്മുടെ ജീവിതത്തിൽ കൃപ അധ്വാനിക്കാൻ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. ഇന്ന് മുഴുവൻ എന്തിനെ കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞത്? കൃപയെ കുറിച്ച്. കൃപ വേണം. എന്തൊരു വേണം? അതിന് മാത്രം ഉത്തരവില്ല. എന്തൊരു വേണം? മതിയായിട്ടില്ല. മൊത്തം ഇപ്പൊ പോരട്ടെ എന്ന് പറയുക, അല്ലെ? മൊത്തം സ്വർഗത്തിന്റെ മുഴുവൻ കൃപയും അതാരാണ്? യേശു ക്രിസ്തു. സ്വർഗത്തിന്റെ മുഴുവൻ കൃപയും എനിക്ക് വേണം. യേശു ക്രിസ്തുവിനെ മുഴുവനായി ആർക്ക് വേണം? എനിക്ക് വേണം. കർത്താവിനെ മുഴുവൻ എനിക്ക് വേണം. ആ കർത്താവിന്റെ കൂടെ നിൽക്കും, എന്നെ ധൈര്യപ്പെടുത്തും, എന്നോട് സംസാരിക്കും, എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എനിക്ക് വേണ്ടി. അപ്പൊ കാരണം ഞാൻ ചോദിച്ചെടുത്ത് വെച്ച്, യേശു ക്രിസ്തുവിന്റെ കൃപ എന്നോട് കൂടെയുണ്ട്. കൃപയായ കർത്താവ് എന്നെ ധൈര്യപ്പെടുത്തും, എന്നോട് സംസാരിക്കും, എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഏറ്റു പറയുന്നു. ഒരിക്കൽ കൂടി കരങ്ങൾ രണ്ടും ഉയർത്തിപ്പിടിച്ച്, യേശു ക്രിസ്തുവിന്റെ കൃപ എന്നോട് കൂടെയുണ്ട്. ആ കൃപ എന്നെ ധൈര്യപ്പെടുത്തും. ആ കൃപ എന്നോട് സംസാരിക്കും. ആ കൃപ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഏറ്റു പറയുന്നു. അപ്പൊ കൃപ നിറയാൻ ആഗ്രഹിച്ച് കൃപയാകുന്ന തമ്പുരാനെ ജീവിതത്തോട് ചേർത്ത് പിടിച്ച് നിധികാലനാഥനെ നമ്മൾ ആരാധിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. അപ്പോ അച്ഛൻ ആശീർവദിക്കും. എങ്ങനെ പറയും? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഓർമ്മയുണ്ടോ? ഇതൊക്കെ സ്വീകരിക്കുമ്പോൾ ഇതൊക്കെ ചിന്തിക്കാനുണ്ടോ? എന്തേലും വട്ടം വെച്ച് ഓടി ഇറങ്ങി പോകും. ഇനി അങ്ങനെ ഒരു ഓട്ടമില്ല. നദീകാരനെ നാഥനെ എടുത്ത് അച്ഛൻ ആശീർവദിക്കുമ്പോ ആ മുഴുവൻ കൃപയും കൊണ്ട് ഇന്ന് ഈ ആലയം വിട്ട് പോകാവൂ. കൃപയില്ലാതെ ആരും പോലെ. കൃപയില്ലാത്ത മനുഷ്യനെ എന്താ പറയുന്നത്? പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? അപ്പൊ പിന്നെ നമ്മൾ ആരും ആ പദവിയിലേക്ക് എത്തരുത്. പകരം കൃപ നിറഞ്ഞ മക്കബേയൂസ്, കൃപ നിറഞ്ഞ പൗലോസ്, കൃപ നിറഞ്ഞ ആൻമരിയ. വേണേ പറഞ്ഞു കൃപ നിറഞ്ഞ. അവനവന്റെ പേര് പറ. കൃപ നിറഞ്ഞ. നാളെ പഠിച്ചത് ഉറക്കം പറ. കൃപ നിറഞ്ഞ. ഈശോ കേൾക്കണ്ട, ഈശോട് ഉറക്കം പറ. കൃപ നിറഞ്ഞ കൃപ നിറഞ്ഞ ആൻമരിയ. അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ കൃപയുള്ള വ്യക്തിയാക്കി മാറ്റുമ്പോ ആര് നമ്മുടെ കൂടെ ഉണ്ടാകും? അപ്പൊ ഈശോ നിറഞ്ഞ ആൻമരിയ അല്ലേ? വേണ്ടേ? ഈശോ നിറഞ്ഞ ആൾ ഓരോരുത്തരും പേര് പറയാ. ഈശോ നിറഞ്ഞ അങ്ങനെ ഞാനെന്നാണ് പറയണ്ടേ? അല്ല, ഈശോ നിറഞ്ഞ ഓരോരുത്തരും പേര് പറ. ഈശോ നിറഞ്ഞ. അപ്പൊ ഈശോ നിറഞ്ഞ ആളായി നമുക്ക് ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കെടുക്കാൻ എഴുന്നേറ്റ് നിന്നേ.
ഈശോട് പറ, ഈശോയെ ഇന്ന് കൃപ നിറഞ്ഞ് എൻ്റെ കുടുംബത്തിലും എൻ്റെ ദേശത്തുള്ള എല്ലാവരെയും നിനക്ക് വേണ്ടി നേടാൻ എനിക്കൊരു കൃപ തരണേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ മക്കളെ. ഈ ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുമ്പോൾ അതാണ് നമ്മൾ ചോദിക്കാൻ പോവുക. സാധിക്കുന്നവരൊക്കെ മുട്ടിന്മേൽ നിന്ന് ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് ക്ഷണിച്ച് ഒരുമിച്ച് നമ്മൾ പാടി പ്രാർത്ഥിക്കുക. എല്ലാ ആദരങ്ങളും പ്രാർത്ഥിക്കണം. നിന്റെ പാട്ട് ചള്ളാണായാലും കുഴപ്പമില്ല, നിനക്ക് സ്വരം കുറവായാലും കുഴപ്പമില്ല. ഈശോയെ വിളിച്ച് ആ ബലഹീനതകൾ സമർപ്പിച്ച് എല്ലാ മേഖലയിലും പാപചാച്ചിലുകളുടെ മേൽ, ചില കുറ്റബോധത്തിന്റെ മേൽ, ചില ദുശ്ശീലങ്ങളുടെ മേലൊക്കെ കൃപയിൽ നിന്ന് നിറയണം. കർത്താവേ, കൃപയില്ലാത്ത എല്ലാ മേഖലകളിലും കൃപ നിറയ്ക്കാൻ ഈശോയെ നീ ഞങ്ങളുടെ മധ്യത്തിലേക്ക് വരണേ. ഈശോയെ കൃപ കൊണ്ട് നിറയ്ക്കണം. എല്ലാ മക്കളും ആഗ്രഹിച്ച് വേണം ഈശോയെ നമ്മുടെ മക്കളിലേക്ക് ക്ഷണിക്കാൻ. ആഗ്രഹിച്ച് നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങൾക്ക് കൃപ തരുവാൻ ഇറങ്ങി വന്നിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കൃപ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈശോയെ മതിമറന്ന് നമുക്ക് പാടി ആരാധിക്കാം. അബ്രഹാമിൻ നാഥൻ ആരാധന എന്ന ഗാനം എല്ലാവർക്കും അറിയാം. ഒരു മനസ്സോടെ ഈശോയെ മതിമറന്ന് പാടി ആരാധിച്ച മക്കളെ, ഈശോയിലേക്ക് മാത്രം ഉറ്റുനോക്കി കർത്താവ് ഇന്ന് എനിക്ക് കൃപ തരും. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന കുരിശിൽ തന്റെ ജീവൻ അർപ്പിച്ച് സ്വർഗത്തിന്റെ മുഴുവൻ കൃപയും എനിക്ക് വേണ്ടി പകർന്നു തന്ന എൻ്റെ ഈശോ ദിവ്യകാരുണ്യത്തിനുണ്ട് മക്കളെ. ആ കർത്താവിനെ ഒരു മനസ്സോടെ ഒരുമിച്ച് നമുക്ക് പാടി ആരാധിക്കാം. അബ്രഹാമിൻ Yeah.
ദിനീകാരുടെ നാഥന്റെ സന്നദ്ധയിൽ മാത്രം ലൈറ്റ് ഇട്ടിട്ട് ബാക്കി എല്ലാ ലൈറ്റുകളും നമുക്ക് ഓഫ് ചെയ്യാം. കർത്താവ് നമുക്ക് തൻ്റെ കൃപ മുഴുവൻ തരാൻ ഇവിടെയുണ്ട് കേട്ടോ മക്കളെ. കർത്താവ് പൗലോസിനോട് പറഞ്ഞതുപോലെ ദിവികാരുടെ ഈശോ നമ്മളെ നോക്കി പറയുകയാണ്, നിനക്ക് എൻ്റെ കൃപ മതി. കണ്ണുകൾ ദിവികാരുണ്യത്തിലേക്ക് ഉറ്റുനോക്കട്ടെ. കർത്താവെ, ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന എൻ്റെ ഈശോയെ, ഇന്ന് കൃപയ്ക്ക് വേണ്ടി ഞാൻ ദാഹിക്കുകയാണ് ഈശോയെ. എല്ലാ ജീവിതങ്ങളും ഈശോയോട് പറ, ദൈവകൃപ മഴയായി മഴയായി പെയ്തിറങ്ങണം ഇന്നെൻ്റെ ജീവിതത്തിൽ. കർത്താവെ, തണുത്ത് ഉറഞ്ഞു കിടക്കുന്ന ചില അവസ്ഥകൾ, കർത്താവെ വരണ്ടുണങ്ങി കിടക്കുന്ന ചില അവസ്ഥകൾ, കർത്താവെ ചലിക്കാൻ പറ്റാത്ത ചില അവസ്ഥകൾ, കർത്താവെ എൻ്റെ ജീവിതത്തിന്റെ ചില മേഖലകളിൽ ഈശോയെ ദൈവകൃപയുടെ ഒരൊഴുക്ക് ഇപ്പോൾ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെ വിളിച്ച് സ്തുതിച്ച് 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 പ്രാർത്ഥിച്ച്, കർത്താവേ കൃപ നിറയ്ക്കണേ ഈശോയെ, കൃപ തരണമേ ഈശോ, എന്റെ ഈശോ കൃപയാൽ നിറയ്ക്കണേ ഈശോയെ, ഈശോയെ കൃപ നിറയ്ക്കണേ ഈശോയെ, വിശുദ്ധരുടെ അഭിഷേകം ഈശോ, വിശുദ്ധരുടെ ഈശോയെ, ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ, ഈശോ 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 സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു, എല്ലാ ജീവിതങ്ങളും വിളിക്കട്ടെ ഈശോയെ, ഈശോ കൃപയായി നിറയണേ ഈശോ, കൃപയായി നിറയണേ ഈശോ, കൃപ തരണമേ ഈശോയെ, എന്റെ കരങ്ങളിൽ കൃപ തരണമേ അപ്പാ, കൃപ തരണമേ അപ്പാ, കണ്ണുനീരോടെ വിലാപത്തോടെ കരങ്ങളിൽ കുറവുകൾ ഏൽപ്പിച്ചു കൊടുത്ത് വിളിച്ച ഈശോ, എന്റെ ഈശോ 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 ഈശോയെ ഈശോ ഈശോ കൃപയാണേ കർത്താവേ, കൃപ നിറയ്ക്കണേ ഈശോയെ, കൃപയാണേ കർത്താവേ, കൃപയാണേ ഈശോയെ, കൃപ നിറയ്ക്കണേ ഈശോയെ, ഈശോ 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 ആരാധന ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഈശോ 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഈശോയെ നന്ദി നന്ദി നന്ദി, ഹല്ലേലൂയ യേശുവേ നന്ദി നന്ദി നന്ദി, ഹല്ലേലൂയ. ഈശോയുടെ മുമ്പിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട മക്കളെ, മക്കമാരുടെ പുസ്തകത്തിൽ ലിസിയാസിന്റെ ആക്രമണത്തിൽ മക്കബേയുസും കൂട്ടരും കർത്താവിന്റെ ആലയത്തിൽ ചെന്ന് നിന്ന് കരങ്ങൾ വിരിച്ച് പിടിച്ച് കണ്ണുനീരോടെ വിലാപത്തോടെ കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോ അവരശാരുടനായ ധവളവസ്ത്രധാരിയായ ദൂതനെ അവർക്ക് മുമ്പിൽ അയച്ചത് അവർ കണ്ടിക്കണ്ടു. നീ ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോ നിന്റെ മുമ്പിൽ കൃപ വേണ്ട സമയമുണ്ടാകും. കൃപയില്ലാതെ ഇനി ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു പക്ഷെ തകർന്നു നിൽക്കുമായിരിക്കും. നീ പല മേഖലകളിൽ നീ തകർന്ന് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സമയമുണ്ടാകും. അങ്ങനെയെങ്കിൽ ഈശോയുടെ കരങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് സമർപ്പിക്കാൻ പോവുകയാണ്. കർത്താവെ, കൃപയുള്ള ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണം ഈശോ, കൃപ നിറഞ്ഞ ഒരു വ്യക്തിയാക്കി എന്നെ മാറ്റണം. പ്രിയപ്പെട്ട മക്കളെ, നിന്റെ ഈ വേദനയിൽ മക്കബേയുസും കൂട്ടരും ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോ നിന്റെ ജീവിതത്തിൽ ദൈവകൃപ അവരുടെ ജീവിതത്തിൽ ഇറങ്ങി വന്നതുപോലെ ദൈവം ചെയ്യുന്നത് മുന്നിൽ കണ്ടുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാൻ പോവുകയാണ്. ധവളവസ്ത്രധാരിയാശാലുടനെ മുന്നിൽ കണ്ടപ്പോ അവർ പണി നിർത്തിവെച്ച്, അവർ യുദ്ധം നിർത്തിവെച്ച് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുമ്പോൾ ഒരു ധൈര്യം ലഭിക്കുന്നതായി വചനത്തിൽ നമ്മൾ വായിച്ചു. പ്രിയപ്പെട്ട മക്കളെ, കരങ്ങൾ രണ്ടു ഒരിക്കൽ കൂടി സ്വർഗത്തിലേക്ക് ഉയർത്തിക്കോ. ഇന്ന് എവിടെയാണോ ദൈവകൃപ വെളിപ്പെടേണ്ടതെങ്കിൽ അവിടെ കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തി പിടിച്ച് മതി മറന്ന് സ്തുതിക്കാൻ പോവുകയാ. കർത്താവ് കൃപ തരുന്നു, ദൈവം കൃപ തരുന്നു. യാക്കോബ് 4:7 ദൈവം കൃപ തരുന്നു, എന്നാൽ മുഴുവൻ കൃപയും അവനിലാണ് നിറഞ്ഞു നിൽക്കുന്നത്. ദിവ്യകാരുണ്യ ഈശോ വെളിവേറിയിരിക്കുന്നു, അവൻ കൃപ പകരുകയാണ്.
പ്രിയപ്പെട്ട മക്കളെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ ഉസിയ രാജാവ് മരിച്ച വർഷം, ഉസിയ മരിച്ചപ്പോൾ യെശയ്യാ പ്രവാചകൻ ദൈവത്തെ കണ്ടു. ദൈവത്തെ കണ്ടത് ഈ പ്രകാരം: അവൻ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്നു. അവന്റെ വസ്ത്രം ദേവാലയം മുഴുവൻ മഹത്വം, കൃപ, ദേവാലയം മുഴുവൻ നിറഞ്ഞു നിറഞ്ഞു നിൽക്കുകയായിരുന്നു. കർത്താവിന്റെ മഹത്വം, കൃപ ഈ ആലയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിറഞ്ഞു നിൽക്കുകയാ. നിന്റെ കണ്ണുയർത്തി ദിവികാരുണ്യനാഥനെ നോക്കണം. കർത്താവിനെ നമ്മളിന്ന് നോക്കി അവനെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി ആരാധിക്കുന്ന സറാഫിൻ മാലാഖമാർ ഈ ആലയത്തിൽ ഈശോയുടെ ചുറ്റും നിൽക്കുകയാണ് കേട്ടോ മക്കളെ. സറാഫിൻ മാലാഖമാരുടെ 6 ചിറകുകളിൽ 2 പാദം, 2 മുഖം സ്വയം എളിമപ്പെടുത്തി നിൽക്കുകയാണ്. അവര് മുഖം മറച്ച്, പാദം മറച്ച്, തങ്ങളെ തന്നെ എളിമപ്പെടുത്തി 2 ചിറക് മാത്രം പറക്കാൻ ഉപയോഗിച്ചു. മതി മറന്ന് കർത്താവിനെ സ്തുതിക്കുക. ഇപ്പൊ നീ നിന്റെ തന്നെ എളിമപ്പെടുത്തിക്കേ, നിന്റെ കർത്താവിനെ സ്തുതിക്കാൻ പോവുക. കർത്താവെ, കുറവുള്ളയാളാ ഞാന്, ഈശ്വരനെ സ്തുതിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല കർത്താവെ, കൃപയൊക്കെ കുറഞ്ഞു പോയ വ്യക്തിയാണ്. പക്ഷെ ഈ സിംഹാസനത്തിൽ, ഈ ബലിപീഠത്തിൽ, ഈ ത്രോണോസിൽ നീയുണ്ട്, തിരുവോസ്തിയിൽ നീയുണ്ട്, സിംഹാസനമുടനായി നീ ഇവിടെയുണ്ട്. നിന്നെ സ്തുതിക്കുന്ന സറാഫിൻ മാലാഖമാരോട് ചേർന്ന്, സറാഫുകളോട് ചേർന്ന് കർത്താവെ നിന്നെ സ്തുതിക്കാൻ പോവുക. സ്വർഗ സിംഹാസനത്തിൽ ആരൂഢനാകുന്ന കർത്താവിനെ പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കുന്ന കർത്താവിനെ, മാലാഖമാരെ പാടി സ്തുതിക്കുന്ന കർത്താവിനെ നീയും മതി മറന്ന് പാടി പാടി സ്തുതിക്കാൻ പോവുക. സ്വർഗ സിംഹാസനഗാനം നമ്മുടെ കുർബാനയ്ക്ക് അവസാന സമയത്ത് പാടുന്നതേ പാട്ട്, പരിശുദ്ധൻ എന്ന് പറഞ്ഞ് പാടുന്നതേ പാട്ട് എല്ലാ മക്കളും കരമുയർത്തി പിടിച്ച് സ്വർഗ സിംഹാസനത്തിൽ ആരൂഢനാകുന്ന കർത്താവിനെ എളിമപ്പെട്ട് മതി മറന്ന് സ്തുതിക്കട്ടെ. ഒരു മനസ്സോടെ ഒരുമിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ. വിടുതയോടെ സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്തുതികളിൽ വാഴുന്ന ദൈവമേ, ഹോശാന ഹോശാന ഹോശാന. ബലവാനായി വാഴുന്ന സൃഷ്ടാവേ, ഹോശാന ഹോശാന ഹോശാന. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് സ്തുതിപ്പിന്റെ വരം, സ്തുതിപ്പിന്റെ ഒരു കൃപ ഈ ആലയത്തിലേക്ക് ഈശോ നിക്ഷേപിക്കുകയാണ്. എന്നെ പകല് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ ഈശോനോട് പറഞ്ഞത്, ഇന്ന് ഒരുപാട് ജനങ്ങൾക്ക് സ്തുതിപ്പിന്റെ ഒരു വരം തരും, ദൈവസ്തുതിയുടെ ഒരു വരം അത് കർത്താവ് തരുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അതൊരു കൃപയാണ്, കൃപ. എല്ലാ സങ്കടങ്ങളിലും എല്ലാ വേദനകളിലും കർത്താവിനെ സ്തുതിക്കാനൊരു കൃപ. ആ കൃപയിൽ എന്റെ മക്കൾ ചോദിച്ചോണം, അത് കിട്ടിയേ പറ്റൂ. വിശുദ്ധ കുർബാനയിൽ പാട്ടുകൾ ഉറക്കെ പാടാൻ, പ്രാർത്ഥന ഉറക്കെ പാടി കർത്താവിനെ വെളിപ്പെടുത്തി വരുമ്പോ അവനെ മറന്ന് സ്തുതിക്കാൻ ഒരു കൃപയെന്ന് ചോദിക്കണം. നിന്റെ സങ്കടങ്ങളുടെ നടുവിൽ മക്കബേസിനെ പോലെ ആ പ്രതിസന്ധിയിൽ നിന്ന് കർത്താവിനെ സ്തുതിക്കുമ്പോ നിനക്ക് കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്. ഓരോ ദുഃഖങ്ങളെയും ഒക്കെ തട്ടിമറിച്ചിട്ട് ഹിംസ്രമായ ജന്തുക്കളെയൊക്കെ, പേടിപ്പെടുന്ന ജീവികളെയൊക്കെ, ഭയപ്പെടുന്ന ജീവികളെയൊക്കെ ആട്ടിയോടിക്കാൻ, സാഹചര്യങ്ങൾക്ക് മുമ്പിൽ ഭയ
മക്കളെ വിശ്വസിക്കണം. ആ കൃപ പ്രവർത്തിച്ചപ്പോൾ യഹൂദ ജനങ്ങൾ മുഴുവൻ കർത്താവിന്റെ ശക്തി നിറഞ്ഞ കൃപ നിറഞ്ഞ മക്കളായി ആദരിച്ചു. അതുകൊണ്ട് അതരം തുറക്കാൻ പോയി. അതരം തുറക്കണം. യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്, ഈ ജനം അതരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ്. നമ്മൾ ഈശോയോട് പറയാൻ പോയി, ഈശോ ഹൃദയം കൊണ്ടും അതരം കൊണ്ടും നിന്നെ സ്തുതിക്കാൻ പോവുക. എനിക്കൊന്ന് സ്തുതിപ്പിന്റെ വരം വേണം. മക്കളെ ഞാൻ വെറുതെ പറയുകയല്ല. കർത്താവ് ഭാഷ വരം മറുഭാഷയും ഒക്കെ തരാൻ പോലും വചനം കേട്ട് കഴിഞ്ഞാൽ കൃപ നിറഞ്ഞാൽ മറ്റു ഭാഷകളാണ് പിന്നെ സ്തുതിപ്പ് നടക്കുക. അപ്പൊ നമ്മൾ ആരെ ശ്രദ്ധിക്കുന്നില്ല, ആരും ആരെയും നോക്കുന്നില്ല. വലിയൊരു അഭിഷേകം ഈശോ തരും. അപ്പൊ നിങ്ങളത് വിശ്വസിക്കണം. വിശ്വസിച്ച് മതി മറന്നു അതിനെ നിന്ന് ഹല്ലേലൂയ പറയാൻ തോന്നുമെങ്കിൽ അങ്ങനെ, ഈശോ ഈശോ എന്ന് പറയാൻ തോന്നുമെങ്കിൽ അങ്ങനെ, അല്ല മറ്റൊന്ന് കർത്താവിനെ വിളിക്കാൻ തോന്നുമെങ്കിൽ അങ്ങനെ, വചനം പറയാൻ തോന്നുമെങ്കിൽ അങ്ങനെ. ആരും ആരെയും ശ്രദ്ധിക്കുന്നില്ല. ഈ ആലയത്തിൽ ആരൊക്കെയുണ്ടോ അവര് മുഴുവനും കണ്ണുകൾ അടയ്ക്കുന്നു. കരം ഉയർത്താൻ പറ്റുന്നത് ഉയർത്തുക, കൈകൾ നെഞ്ചോട് ചേർക്കാൻ പറ്റുന്നത് അങ്ങനെ ചേർക്കാൻ, കരങ്ങൾ നീട്ടിപ്പിടിക്കാം. പരിശുദ്ധാത്മാവ് എന്ത് തോന്നിപ്പിക്കുന്നോ അത് ഏറ്റെടുത്ത് നിങ്ങൾ ചിന്തിച്ചോണ്ടിരിക്കണം. നിങ്ങളുടെ സമയമാണിത്. കൃപ മേടിച്ചെടുക്കുന്ന സമയമാണ്. കൃപ നിറയുന്ന സമയമാണ്. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, വൈദ്യങ്ങളോട് ചേർന്ന്, എല്ലാ അഭിഷിക്തരോടും ചേർന്ന്, മാലാഖമാരോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്ന്, മക്കിദൂതന്മാരോട് ചേർന്ന്, മിഖായേൽ മാലാഖയോട് ചേർന്ന്, ഊറിയേൽ മാലാഖയോട് ചേർന്ന്, നവവധ മാലാഖമാരോട് ചേർന്ന്, വിശുദ്ധ
ദേശം മൊത്തം, നിന്റെ കുടുംബം മൊത്തം ഒന്നിച്ചു നിന്ന് സൃഷ്ടികളെ സ്തുതിപ്പാർത്താവിനെ ഒരുമിച്ച് നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന ഗാനമാണത്. കർത്താവിനെ സ്തുതിച്ച് പാടാൻ പോവുകയാണ്. എത്രയും വേദനയായ ഞാൻ കർത്താവെ, ഒന്നുമില്ലാത്ത ഞാൻ കർത്താവെ നിന്നെ സ്തുതിച്ച് പാടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവെ കൃപ നിറയട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നിൽക്കുന്ന കൃപാവലയത്തിലാണെന്ന് വിശ്വസിച്ചോണം. കൃപാവലയത്തിലാണ്. കർത്താവിനെ മതി പറഞ്ഞ് സ്തുതിക്കാൻ നിന്റെ ശരീരം ഇപ്പൊ സജ്ജമാക്കും. നിന്റെ ഹൃദയം ഒരുക്കും. നിന്റെ നാവിനെ ശക്തിപ്പെടുത്തും. നമുക്ക് ഒരുമിച്ച് ഒരു മനസ്സോടെ സൃഷ്ടികളെ സ്തുതി പാടുന്ന ഗാനം ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. സൃഷ്ടികളെ സ്തുതി പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, മുട്ടുകുത്തിയപ്പോൾ കർത്താവ് വചനത്തിന് ഇപ്രകാരം സംഭവിച്ചത് ഓർമ്മിപ്പിക്കുകയാണ്. അബ്രഹാമിനെ സന്ദർശിക്കാൻ 3 ദൂതന്മാർ ഒക്കുമരത്തിന്റെ കീഴിലേക്ക് വന്നപ്പോൾ അബ്രഹാം അവരെ ചെന്ന് സ്വീകരിച്ചത് നിലം പറ്റെ താണു വണങ്ങി അവരെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അബ്രഹാം കൃപ നിറഞ്ഞവനായി
വിശ്വാസികളുടെ പിതാവായി ജീവിതം മാറ്റാൻ പ്രിയപ്പെട്ട മക്കളെ ഒന്നാമത്തെ അബ്രാഹത്തിന്റെ പ്രവൃത്തിയാണത്. പ്രിയപ്പെട്ട എന്റെ മക്കളെ, കർത്താവിന്റെ മുമ്പിൽ സാധിക്കുന്നവരൊക്കെ നന്നായി ശിരസ് നമിക്കുക. നിലമ്പറ്റ താണു വണങ്ങുന്നത് അത്രയും താണു വണങ്ങുക. ഈശോയെ, ഒന്നുമില്ലാത്ത വ്യക്തി എളിമയുള്ളവർക്ക് കൃപ തരുമെന്ന് വചനം പറഞ്ഞില്ലേ? കർത്താവ് ഏറ്റവും വലിയ എളിമയോടെ, കർത്താവെ കുറവ് മാത്രമുള്ള ഞാൻ, പോരായ്മകൾ മാത്രമുള്ള ഞാൻ കൃപയ്ക്ക് വേണ്ടി ദാഹിക്കുക. ഈശോയെ, കൃപ തരണമേ ഈശോയെ. ഒരു നിമിഷം തല കുനിച്ച് ശാന്തമായി ഉള്ളൊരു ഈശോയുടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ നിന്റെ ശിരസിൽ കൈവച്ചനുകരിക്കുന്നതായി മാത്രം നീ കാണണം. എന്റെ ഈശോ കൃപ നിറയ്ക്കുന്നതായി കാണണം. ഈശോയെ നന്ദിയുണ്ട്, ഈശോയെ നന്ദിയുണ്ട്. നമുക്ക് ശിരസ് ഉയർത്താം, ഈശോയെ ഉറ്റുനോക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ കുടുംബം, എൻ്റെ പ്രിയപ്പെട്ടവർ ഒക്കെ കൃപ നിറഞ്ഞവരാകണം. ആരെയും കൃപ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈശോയെ അവരെ വീണ്ടെടുക്കാൻ ഒരു കൃപ എനിക്ക് തരണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചേ മക്കളെ. നിങ്ങൾ ഈ ഇടവകയിൽ വചനം കേൾക്കാമെന്ന് മക്കൾ ഇപ്രകാരം പ്രാർത്ഥിച്ചേ. ഈ മാറിക ദേശത്ത് മുഴുവൻ എല്ലാ മക്കളെയും കൃപയിലേക്ക് കൊണ്ടുവരാൻ ഈശോയെ പ്രാർത്ഥനാ വരം തരണ ഈശോയെ. കർത്താവെ പ്രവചന വരം തരണ ഈശോയെ. സ്തുതിപ്പിന്റെ വരം തരണ ഈശോയെ. അത്ഭുത പ്രവർത്തന വരം തരണ ഈശോയെ. വചന പ്രഘോഷണ വരം തരണ ഈശോയെ. മാനസാന്തരപ്പെടുത്താനുള്ള വരം തരണ ഈശോയെ. കർത്താവെ എനിക്ക് വലിയ വരങ്ങൾ തരണേ എന്ന് പ്രാർത്ഥിച്ചേ മക്കളെ. കർത്താവിനോട് പറ, പോരപ്പ ഈ ദേശം മുഴുവൻ എന്റെ ഇവിടെ എന്റെ കുടുംബം നീ ഇവിടെ ആക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ കുടുംബം, എന്റെ പ്രിയപ്പെട്ടവർ, ഈ ദേശം മുഴുവൻ, ഈ ഇടവക മുഴുവൻ, അടുത്ത ദേശം മുഴുവൻ, മാതൃകയിൽ ഇടവക മക്കൾ കൃപ നിറഞ്ഞ് ജീവിക്കാൻ തുടങ്ങുമ്പോ ആ കൃപാവലയത്തിലേക്ക് മറ്റു മക്കളെ കൂട്ടിക്കൊണ്ടുവരാൻ ഹൃദയത്തിൽ തീഷ്ണതയുടെ കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചേ മക്കളെ. ഹൃദയം ജ്വലിക്കട്ടെ, നമ്മുടെ ഹൃദയം ജ്വലിക്കട്ടെ. ഹൃദയത്തിൽ വലിയ തീഷ്ണത വേണം. അതൊരു കൃപയാണ്, അതൊരു കൃപ. കാരണം ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകരുത്. ഈശോ 99 അനന്തരെ മാറ്റി നിർത്തിയിട്ട് ഒന്നത്തെ തേടിപ്പോയ ഒരു കൃപയുണ്ട് ഈശോയുടെ ഹൃദയത്തില്. അതുപോലൊരു കൃപ ഈശോയെ എനിക്കും തരണേ ഈശോയെ. നഷ്ടപ്പെട്ടവരെ പിടിച്ചു കൊണ്ടുവരാൻ ഒരു കൃപ തരണേ. എല്ലാ മക്കളും പ്രേക്ഷിത വരം ചോദിച്ച ഈശോയോട് ഒരു പ്രേക്ഷിത വരം ചോദിക്കുക. പ്രേക്ഷിത പ്രവൃത്തിയാണ്. നിന്റെ വാക്കോ, നിന്റെ പ്രവൃത്തി, നിന്റെ ചിന്ത കൊണ്ട് ഒത്തിരി പേരെ ഈശോയുടെ അടുത്തോട് കൊണ്ടുവരുന്നതിന്റെ പ്രാർത്ഥന കൊണ്ട് അതിന് പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയോട് ചോദിക്കുക. ഒരു മകൻ ദൈവരാജ്യ വേലയ്ക്ക് വേണ്ടി ഉപയോഗിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് ഈശോ തരും കേട്ടോ. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമതാ. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടം സമ്പത്തല്ലോ ചോദിച്ചത്. അവന്റെ രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കാൻ കൃപ തരണേന്നല്ലേ ചോദിച്ചത്. കർത്താവേ നിന്റെ പടയാളിയാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിച്ചേ മക്കളെ. ഈശോയോട് പറ, ഈശോ ഞങ്ങളെ എല്ലാവരെയും ദൈവരാജ്യത്തിന്റെ കൂട്ടുവേലക്കാരാക്കി മാറ്റണേ. അധ്വാനിക്കാൻ വരം തരണേ ഈശോയെ. ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി അധ്വാനിക്കാൻ കൃപ തരണേ. ഈ പറയുന്ന ഓരോ കൃപകളും ഈശോ തന്നോണ്ടിരിക്കുവാന്ന് ഈശോ പറയുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, ആരാധന നടത്താനല്ല ഉദ്ദേശിച്ചത്, പക്ഷെ ഈശോ പറയിപ്പിക്കുകയല്ലേ കൊണ്ട്. അപ്പൊ തീർച്ചയായും ആ കൃപകളൊക്കെ ഈശോ തരും.
ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, അവന്റെ ആശീർവാദത്തിൽ ആ കൃപ മുഴുവനുമുണ്ട്. ദിവ്യകാരുണ്യനാഥൻ നമ്മളെ ഇപ്പോൾ ആശീർവദിക്കും. കൃപയാൽ ജ്വലിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവന്റെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. ശുശ്രൂഷയിലൂടെ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയ കർത്താവ് അവിടുത്തെ കൃപാവരങ്ങളാൽ നിറച്ച് വിശുദ്ധമായ ജീവിത വഴികളിലൂടെ നമ്മെ നയിച്ച് സ്വർഗസൗഭാഗ്യത്തിന് അർഹരാകുകയാണ്. സഭയോട് ചേർന്ന് വചനത്തോട് ചേർന്ന് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം നയിക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടെ നമുക്ക് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാം. പ്രിയപ്പെട്ട സിസ്റ്ററിനെയും നമ്മുടെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരെയും നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകമായ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വലിയ കൃപ ലഭിക്കുന്നതിന് വേണ്ടി യുവജനങ്ങളെ നമുക്ക് സമർപ്പിക്കാം. കൗമാരപ്രായക്കാരായ കുഞ്ഞുങ്ങളെയും പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് തെറ്റിൻ്റെ വഴികളിൽ നിന്ന് ശരിയുടെ വഴികളിലേക്ക് കൃപ നിറഞ്ഞ ജീവിതങ്ങളുടെ ഉടമസ്ഥരായി മാറുവാൻ കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ അനുഗ്രഹം യാചിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനം